ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക് സ്പേസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കിലേക്ക് കടക്കണം കേട്ടോ. സോ ഇതിൽ നമുക്ക് കൺസെപ്ച്വലി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കേണ്ടതുമായിട്ടുമുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി എ പെർഫെക്റ്റ് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ വായിച്ചിട്ടുള്ള, ചിലപ്പോൾ ചില കേസ് സ്റ്റഡീസുകളിൽ നിങ്ങൾ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരാം, നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ നിങ്ങൾക്ക് ഓർമ്മ വരാം, നിങ്ങൾ വായിച്ചിട്ടുള്ള നോവൽസ് നിങ്ങൾക്ക് ഓർമ്മ വരാം, നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓർമ്മ വരാം. സോ ഈ പല സിറ്റുവേഷൻസ്, പല എക്സ്പീരിയൻസസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിനുടനീളം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ. ഈ ആഫ്റ്റർ ദിസ് ക്ലാസ് ഈ ടോപ്പിക് അത്ര സിമ്പിൾ ആയിട്ട് മാറും. അതർവൈസ് ഇറ്റ് വിൽ ബി ബിറ്റ് കൺഫ്യൂസിംഗ് ഫോർ യു ഗൈസ്. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇനി എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ കോർ കൺസെപ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം. ഒരു ദിവസം നിങ്ങൾ ഒരു 10,000 ഡിസിഷൻസ് നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, വളരെ വളരെ റാൻഡം ആയിട്ടുള്ള എപ്പോൾ കുളിക്കണം, എപ്പോൾ കഴിക്കണം, എപ്പോൾ പല്ല് തേക്കണം, എപ്പോൾ പുറത്തിറങ്ങണം, എപ്പോൾ പഠിക്കണം, എപ്പോൾ വായിക്കണം, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ പോകണം, ജിമ്മിൽ പോകണം, ഇതുപോലുള്ള വളരെ റൊട്ടീൻ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിസിഷൻസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ടീഷർട്ട്സിൽ നിന്നും, അല്ലെങ്കിൽ 3 ടോപ്സിൽ നിന്നും, 3 ലെഗിങ്സിൽ നിന്നും, 3 ജീൻസിൽ നിന്നും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഉദ്ദേശിച്ച കളർ ഏതാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ഡിസൈൻ ഏതാണ്, ഇതുപോലുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ? ചില സമയം നിങ്ങൾ സ്റ്റക്കായി നിൽക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, മറ്റൊരാളുടെ ഡിസിഷൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കമന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കും. അങ്ങനെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കും അല്ലെ? ചിലപ്പോൾ ചില ഡിസിഷൻസിൽ നിങ്ങൾ തങ്ങി നിൽക്കും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ അങ്ങനെ പലപ്പോഴുമായിട്ട് ഈ ഡിസിഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം +2 ശേഷം നിങ്ങൾക്ക് എന്ത് കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം അല്ലെ? ചിലപ്പോൾ ഇപ്പൊ റീസെന്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവ് BCom പോകണമെന്നുണ്ട്, അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ ACCA ചെയ്യണമെന്നുണ്ട്. സോ നമ്മൾ പലപ്പോഴും എന്ത് കോഴ്സ് ചെയ്യണം, ഈ കോഴ്സ് ശരിയായില്ലെങ്കിൽ എന്ത് ഡിപ്ലോമയിലേക്ക് പോകണം, അങ്ങനെ പലപ്പോഴും നമ്മൾ പല പല ഡിലമയിലെത്തും അല്ലെ? ഈ ഇത്രയും നേരം പറഞ്ഞ ഡിസിഷൻസ് ഒക്കെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് അല്ലെ? നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഡിസിഷൻസ് ആണ്. ആ ഡിസിഷൻസ് നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അല്ലെ? അത് അനുഭവിക്കേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ് അല്ലെ? ഇൻഡിവിജ്വൽസ് തന്നെയാണ്. പക്ഷെ ചില ഡിസിഷൻസ് നിങ്ങൾ ബോധപൂർവം എടുത്തില്ല എങ്കിൽ അത് നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെയും ബാധിക്കും അല്ലെ? ചില ഡിസിഷൻസ് അങ്ങനെയാണ്. ഓക്കെ, ആ ഡിസിഷൻസ് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങളുടെ റൂം വൃത്തിക്ക് ഇടുക എന്നുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെ, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടൊരു ഒരു സംഗതിയാണ് അല്ലെ? നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങളുടെ റൂം എത്ര വൃത്തിക്ക് കിടക്കണം, എത്ര നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം, എത്ര വൃത്തിക്ക് അൽമാര, അതുപോലെ എത്ര വൃത്തിക്ക് നിങ്ങളുടെ ബെഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം, ഇതൊക്കെ നിങ്ങളുടെ ഡിസിഷൻസ് ആണ്. ഇവിടെ നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളൊരു ഒരു 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 കോ ലിവിംഗിൽ നിൽക്കുകയാണെന്ന് വെച്ചോ, അതായത് ഒരു ഹോസ്റ്റൽ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു PG പോലെ, അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് നിൽക്കുകയാണ്, വേറെ നിങ്ങളോടൊപ്പം തന്നെ 3-4 പേര് വേറെ നിൽക്കുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പെരുമാറുന്ന ഒരു സ്ഥലം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ടെന്ന് കരുതിക്കും. നിങ്ങളുടെ റൂം എങ്ങനെ കിടക്കണം, എത്ര വൃത്തിക്ക് കിടക്കണം, എത്ര വൃത്തിക്ക് അറേഞ്ച് ചെയ്യണം, ഇതൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ ആരെയും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ കോമൺ ആയിട്ട് പെരുമാറുന്ന കുറച്ച് സംഗതികളുണ്ടല്ലോ, അടുക്കള അല്ലെ, കിച്ചൺ പോലെ, ഹോൾ പോലെ, ബാത്റൂം പോലെ, ഇതൊക്കെ നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്ന സംഗതികളാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് നടത്തിയെടുക്കാൻ സാധിക്കത്തില്ല അല്ലെ? ഇവിടെ 4-5 പേരുടെ എന്താ പറയുന്നത് ഒരു റൈറ്റ് കൂടിയുണ്ട് അല്ലെ? സോ നമ്മളവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടെ വൃത്തിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുന്നത്, അവരെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ചില ഡിസിഷൻസ് എടുക്കും അല്ലെ? അത് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന അങ്ങനെ നിർബന്ധമുണ്ടോ, നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ? പക്ഷെ അല്ല, ബോധപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ഡിസിഷൻസ് എടുക്കും. അതുപോലെ തന്നെ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾക്ക് കുറച്ച് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡിസിഷൻ ഡിലമാസിലേക്ക് നിങ്ങൾ കിടക്കും. ഓക്കെ, അതിൽ ചിലപ്പോൾ എത്തിക്കൽ ഡിലമാസ് ആയിരിക്കും. എത്തിക്കൽ ഡിലമാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നും, പക്ഷെ എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നണമെന്നില്ല
അതുപോലെ തന്നെ എല്ലാവർക്കും അത് ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ ആകെ കുഴഞ്ഞു പോകും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, ഇത് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു പീരീഡിൽ നിങ്ങൾ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഈ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അറിയണം. ഓക്കെ, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അറിയണം. ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ ബ്യൂറോക്രാറ്റ്, നിങ്ങൾ എന്തൊക്കെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്തൊക്കെ എത്തിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നതിൽ ഭയങ്കര സിമ്പിൾ ആകുന്നില്ല. കുറച്ചുകൂടി ഡിസിഷൻസ് എടുക്കാൻ കുറച്ചുകൂടി ഈസി ആകും. ചില സമയങ്ങളിൽ ഡിസിഷൻ തെറ്റായ ഡിസിഷൻസ് ഇല്ല, 2 ഡിസിഷനും കറക്റ്റ് ആണ്. അങ്ങനെ സിറ്റുവേഷൻസ് വരാം. ഉദാഹരണത്തിന് ദൃശ്യം എന്നൊരു സിനിമ എടുക്കുക. ഒരു സൊസൈറ്റിയിൽ ഒരു അച്ഛന്റെ കടമ എന്താണ്? സൊസൈറ്റിയിൽ ഒരു അച്ഛന്റെ കടമ എന്താണ്? സ്വന്തം ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ? സ്വന്തം ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാം, ഭാര്യയെ, മക്കളെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യം നോക്കി കൊടുക്കുക. ഇതാണ് ഒരു അച്ഛന്റെ കടമ, അല്ലെ? അതുപോലെ തന്നെ ആസ് എ സിറ്റിസൺ അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടി എന്താണ്? അല്ലെങ്കിൽ ഒരു സിറ്റിസന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഡ്യൂട്ടി എന്താണ്? ആ രാജ്യം അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കുക. ഓക്കെ, ദൃശ്യം എന്ന സിനിമയില് ഒരു അച്ഛനെന്നും ഒരു സിറ്റിസൺ എന്നും എന്ന രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് എത്തി നിൽക്കുകയാണ്, അല്ലെ? സോ ഹി ഹാസ് ടു ചൂസ് വൺ തിങ്. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ദൃശ്യം വളരെ ഇഷ്ടപ്പെട്ട സിനിമ ആകുന്നത്? ഒരു ക്രൈമിനെ മൂടി വെക്കാൻ വേണ്ടി നായകൻ ശ്രമിക്കുന്നു, അല്ലെ? വില്ലൻ ഈ ഒരു ക്രൈമിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതല്ലേ ബേസിക്കലി എന്റെ ഒരു പ്ലോട്ട്. ബാക്കി ഏതൊരു പ്രതലത്തിലാണ് ആ സിനിമ പ്ലേസ് ചെയ്തിരുന്നുവെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വില്ലൻ നമ്മൾ ഇവിടെ വിളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൈയടിക്കും, അല്ലെ? ക്രൈമിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനാണ് എപ്പോഴും നമുക്ക് നായകൻ, അല്ലെ? ക്രൈമിനെ മൂടി വെക്കുന്നവനല്ല, ക്രൈമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരല്ല, അല്ലെ? ക്രൈം ചെയ്യുന്നവരല്ല. പക്ഷെ ദൃശ്യം എന്ന സിനിമയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ജോർജ് കുട്ടിയുടെ കുടുംബത്തിനും വേണ്ടി കൈയടിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ വില്ലൻ അല്ലെങ്കിൽ നമ്മുടെ ആശാ പ്രഭാകരൻ എന്നാണ് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. അവർക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് കൈയടിക്കുന്നില്ല? അവിടെ മറ്റൊരു ഒരു പ്ലോട്ട് ഉണ്ട്, അല്ലെ? എന്താണ്? ആസ് എ ഫാദർ ഹി ഈസ് ഔട്ട് ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. ആസ് എ സിറ്റിസൺ എന്നുള്ളത് നമ്മൾ രണ്ടാമതാക്കി മാറ്റി. ഇത് നമ്മളെന്താ ഒരു ഫാമിലി സെറ്റപ്പിൽ അല്ലെങ്കിൽ ഫാമിലി വാല്യൂസിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ആ ഒരു സിനിമ കൊണ്ട് പ്ലേസ് ചെയ്തത് കൊണ്ടാണ്, അല്ലെ? അത് നിങ്ങളൊരു ബ്യൂറോക്രാറ്റ് ആണ്, നിങ്ങളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ പറഞ്ഞ ഫാമിലി കോർ വാല്യൂകൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അതെന്താണ്? അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്ന് നമുക്ക് പറയാം, അല്ലെ? സോ ഇവിടെയാണ് നമ്മൾ ബേസിക്കലി രണ്ടും ശരിയാണ്, അല്ലെ? രണ്ടും ശരിയാണ്. പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ഇല്ല, പോലീസിന്റെ ഭാഗത്ത് തെറ്റില്ല. പോലീസിന് എന്ത് ചെയ്യും? ആ ഒരു ഇൻസിഡന്റിനെ വെളിച്ചത്ത് കൊണ്ടുവരണം, അല്ലെ? പക്ഷെ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ടല്ലോ, ഒരു സൊസൈറ്റിയുടെ വാല്യൂ ഉണ്ടല്ലോ. നമ്മുടെ സൊസൈറ്റിയിലെ ഫാമിലി സിസ്റ്റത്തിന് ഭയങ്കര വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡിവോഴ്സുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതൊരു വലിയൊരു തെറ്റാണ്, മഹാപാപമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. ഫാമിലി സിസ്റ്റത്തിൽ ആ കോർ ബിലീഫ്, ആ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ആണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോടൊപ്പം നിൽക്കണമെന്ന് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ഡിലമ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിലമയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങളും ഇതേപോലുള്ള ഡിലമാസ് ഫേസ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണീരുമായിട്ട് വരുന്ന ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ മൈൽ എഫേർട്ട് എടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെ? നിയമം അനുശാസിക്കുന്ന മാത്രമേ നിങ്ങൾ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കണമെന്നില്ല. നമ്മൾ ഓരോ കേസ് സിനാരിയോസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഒരു ബ്രോഡ് ഐഡിയ കിട്ടിയല്ലോ, എന്താണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു ബ്രോഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രോഡ് രീതിയിൽ ഒന്ന് ചിന്തിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള അസംഷൻസ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാക്കിയുള്ള തിങ്കിങ് എബിലിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്തുക. നമുക്ക് ഓരോരോ കാര്യം ഡിസ്കസ് ചെയ്തു പോകും. കാരണം ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് പൂർണ്ണമാവുകയില്ല. എനിക്ക് വേണമെങ്കിൽ അത് മാത്രം പറഞ്ഞു പോകാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് ബേസിക്സ് ഉണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എത്തിക്കൽ പ്രിൻസിപ്പിൾസിലേക്ക് പോയി അതിന്റെ എന്താ പറയുക ഇമ്പോർട്ടൻസിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പൊട്ടനാട്ടം കാണുന്നവരെ അത് കണ്ടുവരും. സോ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ ബേസിക്സ് പറഞ്ഞു പോകാം. ലൈക്ക് എന്താണ് മൊറൽസ്, എന്താണ് എത്തിക്സ് എന്ന്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എത്തിക്കൽ പ്രിൻസിപ്പിൾസിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? ഫൈൻ.
സോ ദിസ് വാസ് ദി ഇൻട്രൊഡക്ഷൻ. കുറച്ച് ഡീപ്പ്, കുറച്ച് ലെങ്തി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ? ഫൈൻ, ഗുഡ്. സി നേരത്തെ ഒന്നുകൂടെ ഞാനൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. സി നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുടുംബം. ഓക്കെ, അവിടെ ഈ കുടുംബം ബംഗ്ലാദേശ് ഇമിഗ്രൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിങ്ങളുടെ കുടുംബമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഓക്കെ, അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ഓണസ്റ്റ് ആണ്, അല്ലെ, വളരെ നല്ല ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ അറിയുകയാണ് ഇതൊരു ബംഗ്ലാദേശ് ഇമിഗ്രന്റ് ഫാമിലിയാണ്. ഹൗ വിൽ യു ഹാൻഡിൽ ഇറ്റ്? ഓക്കെ, ഹൗ വിൽ യു ഹാൻഡിൽ ഇറ്റ്? ഓക്കെ, കീപ് യുവർ ആൻസേഴ്സ് ടു യുവർ സെൽഫ്. നമുക്കിത് അവസാനം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കീപ് യുവർ ആൻസർ ടു യുവർ സെൽഫ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കുറിച്ച് വെക്കുക. ഓക്കെ, ആൻസർ ഒന്ന് കുറിച്ച് വെക്കുക. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം? അവസാനം നമുക്ക് ഈ ആൻസർ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. എന്നിട്ട് നിങ്ങൾ ഈ തുടക്കത്തിൽ നിങ്ങൾ ഈ കുറിച്ച് വെച്ച ആൻസറും ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന ആൻസറും രണ്ടും ശരിയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവർ വെരി എത്തിക്കൽ പേഴ്സൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായിരിക്കണം ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള കാര്യം. There is no wrong option here. കേട്ടോ, there is no wrong option here. Every option will be the right one. പക്ഷേ ഓരോ ഓപ്ഷൻ ചില നമുക്ക് ബെസ്റ്റ് ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സോ തൽക്കാലം എന്ത് ചെയ്യുക? ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഒരു ആൻസർ എഴുതി വെക്കുക. ആൻഡ് ദെൻ ആഫ്റ്റർ ക്ലാസ് നമുക്കത് നിങ്ങൾ തന്നെ ആഫ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ സ്വിച്ചിങ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം. അതല്ല നിങ്ങൾക്ക് ഈ ആൻസർ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് ചിന്തിക്കാം. ഫൈൻ. സിമിലർലി നിങ്ങളൊരു ഹെൽത്ത് പ്രാക്ടീഷണർ ആണെന്ന് കരുതുക. ഇങ്ങനെ സിറ്റുവേഷൻസ് വരാം. നിങ്ങൾ ഡോക്ടർ ആണെന്ന് കരുതുക. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പേഷ്യന്റ് വിത്തിൻ 3 months മരിക്കാൻ സാധ്യതയുണ്ട്. മരിച്ചു പോകുമെന്ന് പറയാൻ നിങ്ങൾ ആരും ദൈവമല്ലല്ലോ. വിത്തിൻ 3 months ഇതേ ബോഡി, ഇതേ കണ്ടീഷൻസ് ആണെങ്കിൽ they will soon die. Okay, പക്ഷേ will you say to this person that you are going to die or not? Okay, fine. പറയുമോ ഇല്ലയോ? ഓക്കെ, പറയുന്നതും ശരിയാണ്. നമ്മൾ സത്യം രോഗിയിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുമാണ്, അല്ലെ? സോ വിൽ യു ഡു ഇറ്റ് ഓർ നോട്ട്? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസർ കാണും. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതൊരു സർവേ ആയിരുന്നു. ഈ സർവേയിൽ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ, നോ ആൻസർ ഇസ് റോങ്. ഓക്കെ, യെസ്, നിങ്ങളത് പറയും എന്ന് പറയുന്നതും പറയത്തില്ല എന്നും പറയുന്നതും തെറ്റില്ല. ഓക്കെ, യെസ് എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? ഒരു പക്ഷേ അയാൾക്ക് ഒരു വലിയ ഷോക്കായിട്ട് മാറും. പിന്നെ അയാൾ ചിലപ്പോൾ ഒരുപക്ഷെ അയാളുടെ മാനസിക സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹി മേ കമ്മിറ്റ് സൂയിസൈഡ്, അല്ലെ? ആൻഡ് നിങ്ങളത് പറയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പേഷ്യന്റിന് ഒരു ഫോൾസ് ഹോപ്പ് കൊടുക്കുകയാണ്, അല്ലെ? സോ ദിസ് ഇസ് ഓൾസോ ആൻ എത്തിക്കൽ ഡിലമ. മനസ്സിലാകുന്നുണ്ടല്ലോ? ദിസ് ഇസ് ഓൾസോ ആൻ എത്തിക്കൽ ഡിലമ. ഇങ്ങനെയുള്ള എത്തിക്കൽ ഡിലമ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ആസ് എ പേഴ്സൺ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ? നാളെ ഈ എക്സാം ക്ലിയർ ചെയ്ത് നിങ്ങൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിയാലും നിങ്ങൾ ഈ പറഞ്ഞ ഡിലമ എങ്ങനെ ഹാൻഡിൽ ചെയ്യും നിങ്ങൾ എന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സോ കറന്റ്ലി ഈ ഡിലമാസ് ഉണ്ട്. ഈ ഡിലമ നമ്മൾ ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതിന് വേണ്ട തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണ്, ഇതിലേക്ക് നമ്മൾ കിടക്കാണ് കേട്ടോ. ഫൈൻ, ഗുഡ്. സോ ദിസ് നമുക്ക് ഇനി പയ്യെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. ഫൈൻ. സി മൊറാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ഉള്ള സംഗതിയാണ്. നിങ്ങൾ രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നു, അതുപോലെ നിങ്ങൾ കുളിക്കുന്നു, നിങ്ങൾ സത്യം പറയുന്നു, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന്റെ നിങ്ങളുടെ റൈറ്റ് ആൻഡ് നിങ്ങളുടെ റോങ് ആണ്, അല്ലെ? ഓരോ ഇൻഡിവിജ്വലിന്റെയും റൈറ്റ് ആൻഡ് റോങ് ആണ്. ഓക്കെ, ആ റൈറ്റ് ആൻഡ് റോങ്ങിന്റെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആക്ഷൻസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ മോറൽ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി. സോ ദിസ് ഈസ് ദി ഇൻഡിവിജ്വലിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ തെറ്റുകളുണ്ട്. ചില ആൾക്കാർ ഒരേ സന്ദർഭത്തിൽ പല രീതിയിൽ ബിഹേവ് ചെയ്യും, അല്ലെ? നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് എടുക്കുക, നിങ്ങൾ തന്നെ ഏറ്റവും ക്ലോസ് 5 ഫ്രണ്ട്സ് എടുക്കുക. ഒരു സന്ദർഭം എടുക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ 5 പേരും 5 രീതിയിലായിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യുക, 5 രീതിയിലായിരിക്കും സംസാരിക്കുക. ഓക്കെ, അതൊക്കെ എന്താണ്? ഓരോരുത്തരുടെ മൊറാലിറ്റി, ഓരോരുത്തരുടെ മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതികളാണ്. സോ ഈ മൊറാലിറ്റി നമ്മൾ എപ്പോഴും ഇൻഡിവിജ്വലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാണ്. ഞാൻ ആ ഒരു സ്ഥാനത്ത് അങ്ങനെ പെരുമാറുമോ, ഞാൻ ആ സ്ഥാനത്ത് അങ്ങനെ ചിന്തിക്കുമോ, ഞാൻ ആ സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിക്കുമോ? ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഗൈഡ് ലൈൻ ഇല്ല. ഓക്കെ, ഇതാണ് സത്യം. ഇവിടെ ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ, ഞാൻ എപ്പോഴും ജനറസ് ആയിരിക്കും, ഞാൻ ഭയങ്കര കൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്, അല്ലെ? ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാത്രമേ കഴിക്കുകയുള്ളൂ, അത് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ എന്താണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. സോ ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, മോറൽ. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് കംസ് എത്തിക്സ്
ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ കോർ. ഓക്കെ, ഇനി എത്തിക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് ഇസ് നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് യു ഹാവ് എ റൈറ്റ് ടു ഡു ആൻഡ് വാട്ട് ഈസ് എ റൈറ്റ് ടു ഡു. നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ സംഗതി ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ആ ഒരു പ്രവർത്തന ശൈലിയെയാണ് നമ്മൾ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് പറയാം. നിങ്ങൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും അപ്രോച്ച് ചെയ്യുന്ന ആൾ നിങ്ങളാണ്. സോ നിങ്ങളൊരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസിഷൻ ആരെയും കമ്പനിയുടെ അല്ലെങ്കിൽ ആ 5 പേരുടെയും ഡിസിഷൻ. അവിടെ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രസ്റ്റിന്റെ പുറത്തൊരു ഡിസിഷൻ എടുക്കാം, അല്ലെ? നിങ്ങളുടെ മാത്രം ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഡിസിഷൻ എടുക്കാം, ആരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല, അല്ലെ? പക്ഷെ അത് ശരിയാണ്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും അത് താല്പര്യമില്ല. പക്ഷെ താനാണത് പറയുന്നത്, നീയാണത് പറയുന്നത് എന്ന് കരുതി ഒരുപക്ഷെ 4 പേരും അത് ചെയ്യും. പക്ഷെ അത് ശരിയല്ല എന്ന് ആ 4 പേർക്കും അറിയാം, തനിക്കും അറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ നിങ്ങൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു ഫ്രണ്ടാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു ഫ്രണ്ടാണ്. 5 പേരുണ്ട്. ഈ 5 പേരിൽ നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷെ ഒറ്റയ്ക്ക് സ്മോക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് നിങ്ങൾ ഈ 4 പേരെയും പുഷ് ചെയ്യണം. നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഈ ഒരു ഹാബിറ്റ് അവർക്കും തുടങ്ങും, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ മടിയായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? 4 പേരെയും ഒന്ന് പുഷ് ചെയ്യും. ഓക്കെ, സോ പക്ഷെ അത് ശരിയാണോ തെറ്റാണോ? ഒരാളെ സ്മോക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ പേഴ്സണൽ തീരുമാനമാണ്, അല്ലെ? അതിൽ തെറ്റും ശരിയും ഒക്കെ നമുക്ക് വെളിയിൽ നിന്ന് കാണാം, ഹെൽത്ത് ബെനിഫിറ്റ്സിൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ 4 പേരെയും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ 4 പേരും ഒരു സ്മോക്ക് അഡിക്റ്റ് ആയിട്ട് മാറാം. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പുഷ് ചെയ്യുമോ? ഓക്കെ, ദിസ് ഇസ് ബേസിക്കലി എത്തിക്സ് കേട്ടോ. ദിസ് ഇസ് ബേസിക്കലി എത്തിക്സ്. ഇനി അഥവാ യു ആർ എ സ്മോക്കർ, പക്ഷെ നിങ്ങൾ ഈ 4 പേരെയും സ്മോക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഡിഫറൻസ് ഒന്ന് ചിന്തിച്ചു നോക്കി. ദിസ് ഇസ് ബേസിക്കലി എത്തിക്സ്. മനസ്സിലാണല്ലോ? നമുക്ക് പയ്യെ ബിൽഡ് ചെയ്ത് തരാം. പയ്യെ നമുക്ക് ഓരോരോ സ്റ്റോൺ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് തരാം. സോ എത്തിക്സ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ലെൻസിൽ, ഒരു സമൂഹ ഒരു ലെൻസിൽ ഒരു സംഗതി ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ നിർണയത്തിനാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സൊസൈറ്റിയിലാണ്. മോറാലിറ്റി നമ്മൾ എന്തായിരുന്നു? പേഴ്സണൽ ആയിരുന്നു. ഇവിടെ സൊസൈറ്റിയാണ്. സോഷ്യലി ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ്. സോഷ്യലി ഇപ്പോ നമ്മൾ ഒരു 2 സൊസൈറ്റി എടുക്കാന്ന് വെച്ചു. ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രൈബൽ സൊസൈറ്റിയാണ്. ഓക്കെ, ട്രൈബൽ സൊസൈറ്റി. പിന്നെ ഒന്ന് വളരെ വളരെ ഹൈലി എന്താ പറയുന്നത്, ഹൈ ഡെവലപ്മെന്റ് ഉള്ള ഒരു പുതിയ തരം ന്യൂലി ഹൈലി ഡെവലപ്ഡ് ഒരു സൊസൈറ്റി എന്ന് വെച്ചു. ഓക്കെ, ഹൈലി ഡെവലപ്ഡ് സൊസൈറ്റിയാണ്. ഈ ട്രൈബൽ കൾച്ചർ അനുസരിച്ച് ട്രൈബൽ കൾച്ചറിൽ പെണ്ണുങ്ങൾ 15ാമത്തെ വയസ്സിൽ മാരീഡ് ആവും. ഓക്കെ, ഡെവലപ്ഡ് സൊസൈറ്റിയിൽ 25ാം വയസ്സിൽ മാരീഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം, നമ്മുടെ അടുത്ത നിയമം, നമ്മുടെ അടുത്ത രീതി അനുസരിച്ച് നമുക്ക് പറയാം വിച്ച് ഇസ് ബെറ്റർ. ഡെവലപ്ഡ് സൊസൈറ്റിയിലെ രീതിയാണ് ബെറ്റർ, അല്ലെ? 25 വയസ്സിന് ശേഷം മാത്രം മാരി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അവർക്ക് അവരുടെ എന്താ പറയുന്നത്, അവരുടെ കരിയർ, അവരുടെ ടാലന്റ്, അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം? മാക്സിമം ബെറ്റർ ആക്കി മാറ്റാം, അല്ലെ? അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ, അവരുടെ തന്നെ മാക്സിമം പൊട്ടൻഷ്യൽ അവർക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ ടൈം കിട്ടും. ദേ ക്യാൻ ഹാവ് എ ബെറ്റർ സേ ഇൻ ഡിസൈഡിങ് വെൻ ടു മാരി, ഹൂം ടു മാരി, അല്ലെ? പക്ഷെ ഒരു ട്രൈബൽ സിസ്റ്റത്തിൽ 15ാം വയസ്സിൽ കിട്ടുക, ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ആണ് കേട്ടോ. ട്രൈബൽ സിസ്റ്റത്തിൽ 15 വയസ്സിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു കസ്റ്റം. ഇനി ഈ രണ്ടിലും നിങ്ങൾ ട്രൈബൽ സിസ്റ്റത്തിൽ ഉള്ളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത് എത്തിക്കലി റോങ് ആണെന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്ക്? അല്ല. ആ സമയത്തെ ഒരു സൊസൈറ്റിയൽ നോംസ് വെച്ചിട്ട് ഇത് ശരിയാണ്. പക്ഷെ മോറലി നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനെ എതിർക്കാം, അല്ലെ? ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് പറയാം, ഈ പെൺകുട്ടികളെ ഈ 15ാം വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതോടെ എനിക്ക് അത്ര യോജിപ്പില്ല എന്ന് പറയാം. എനിക്ക് എന്ത് ചെയ്യാം? എന്റെ മകളെ 15 വയസ്സിൽ കെട്ടിച്ചു കൊടുക്കുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? ആ കുട്ടി എപ്പോഴാണോ അതിന് തയ്യാറാകുന്നത് ആ ടൈമിൽ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലെ കൾച്ചർ വെച്ച് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് പറയാൻ സാധിക്കത്തില്ല, അല്ലെ? സോ അതാണ് ഡിഫറൻസ്. ഓക്കെ, എത്തിക്സിന്റെയും മോറാലിറ്റിയും ഡിഫറൻസ് ഇതാണ്. ഓക്കെ, അതായത് ഇന്ത്യ എന്ന രാജ്യത്തെ
നിയമം അനുശാസിക്കുന്ന ഐഡിയ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് താലിബാനിലുള്ള ഇഷ്യൂസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറ്റം പറയാൻ പറ്റും. ഇതൊക്കെ എന്താ, അതൊക്കെ മനുഷ്യൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെ. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരം, അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനം, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എവിടെങ്കിലും ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏതൊരു സൊസൈറ്റി ആയിക്കോട്ടെ അത് എത്തിക്കലി മോറലിയും തെറ്റാണ്. പക്ഷെ അവരുടെ കൾച്ചറൽ ലെൻസിൽ അത് ശരിയാണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ആ ഒരു അവരുടെ സോഷ്യൽ കൾച്ചറിൽ, അവരുടെ എത്തിക്കൽ കൾച്ചറിൽ അത് എത്തിക്കലി കറക്റ്റ് ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. നമുക്ക് ഇനിയും എന്താ പറയുന്നത് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി ഓരോരോ പോയിന്റ്. സോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈഥോസ്, ഗ്രീക്ക് വേർഡ് ഈഥോസിൽ നിന്ന് വന്നതാണ്. അത് ഒരു ക്യാരക്ടർ, ഹാബിറ്റ്, ഒരു വേ ഓഫ് ബിഹേവിയർ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. സോ ഇവിടെ എന്താണ്, സൊസൈറ്റി ഒരു ജനറലി അക്സെപ്റ്റ് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എത്തിക്കലി കറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. സൊസൈറ്റി എത്തിക്കലി കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എത്തിക്കലി തെറ്റാണ്, അല്ലെങ്കിൽ സൊസൈറ്റി പെർസ്പെക്റ്റീവിൽ ഇത് തെറ്റാണ് എന്ന് പറയുന്നത് എത്തിക്കലി തെറ്റായിട്ടുള്ള ആക്ഷൻസുമാണ്. വളരെ സിമ്പിൾ. ഒന്നുകൂടെ പറയാം. ഒരു 1970s അല്ലെങ്കിൽ 1960s ഒക്കെ എയറോപ്ലെയിനുള്ളിൽ വരെ സ്മോക്കിംഗ് അലൗഡ് ആണ്. സോ അത് സോഷ്യലി ഒരു തെറ്റാണ്, സ്മോക്കിംഗ് ഒരു മോശം ഒരു ഹാബിറ്റ് ആണ് എന്നുള്ള ബോധ്യം സൊസൈറ്റിക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യുക, കുട്ടികളുടെ മുന്നിൽ സ്മോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു എത്തിക്കലി റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല. എപ്പോ 1960s 1970s അല്ലെ. പിന്നീട് ഈ പറഞ്ഞ പോലെ സ്മോക്കിങ്ങിന്റെ ഇഷ്യൂസിനെ കൂടുതൽ മനസ്സിലാക്കി, ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ആൾക്കാരുടെ ബോധ്യം മാറി. രണ്ടാട്ടോ, ബോധ്യം മാറി. അപ്പൊ അവര് പുതിയൊരു സ്റ്റാൻഡ് എടുത്തു. സൊസൈറ്റി എന്ത് ചെയ്തു, സൊസൈറ്റി ആസ് എ ഹോൾ സ്മോക്കിങ്ങിനെതിരായി സംസാരിക്കാൻ തുടങ്ങി അല്ലെ. സ്മോക്കിങ്ങിനെതിരായപ്പോ എന്താണ്, ഇന്നത്തെ സൊസൈറ്റി അതേ രാജ്യം തന്നെയാണ്, രാജ്യം മാറിയിട്ടില്ല, അതേ നിയമങ്ങൾ തന്നെയാണ്, നിയമങ്ങൾ ഒരു പരിധിവരെ മാറിയിട്ടില്ല. പക്ഷെ എപ്പോഴെന്താണ് സൊസൈറ്റി നോംസ് മാറി അല്ലെ. പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യുന്നത് എത്തിക്കലി റോങ് ആണ് എന്ന് നമുക്ക് ഇന്നൊരു തിരിച്ചറിവുണ്ട്. പക്ഷെ ഇന്നൊരു നിയമം അങ്ങനെയാണ്, നിയമം പബ്ലിക്കലി സ്മോക്ക് ചെയ്യണമെന്നുള്ള നിയമമുണ്ട്. സോ ഈ പറഞ്ഞ എത്തിക്കലി ആ സൊസൈറ്റി എത്ര മാറി എന്ന് ചിന്തിക്കും. സോ എത്തിക്കൽ വാല്യൂസ് മാറും, പേഴ്സണൽ വാല്യൂസും മാറും. ഈ പറഞ്ഞ നമ്മൾ ഒരു പേഴ്സണൽ മൊറാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ വാല്യൂസ് ഒക്കെ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നു, ഏത് സാഹചര്യത്തിൽ വളരുന്നു, അതനുസരിച്ചാണ് മാറുന്നത്. ഓക്കെ, അതനുസരിച്ച് മാറും. ഇപ്പോൾ ഹൈലി മോറലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ മോറലി കറപ്റ്റഡ് ആകാൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിനാരിയോയിലാണ് നിങ്ങളുടെ ലൈഫെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും മാറും. നിങ്ങൾ ചിലപ്പോൾ കൊച്ചുനാളിലെ മോഷണം, കൊച്ചുനാളിലെ ക്രൈം ഇതൊക്കെ കണ്ട് വളരുന്നവരാണെങ്കിൽ ഇതിനൊക്കെ സാധൂകരിക്കുന്ന ഒരു തരം എന്താ പറയുന്നത് ഒരു സിനാരിയോ ആണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും ആ രീതിയിലേക്ക് പെരുമാറുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചിലെ നിങ്ങൾ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറഞ്ഞ അക്രമം കണ്ടു വളരുന്ന ആൾക്കാരുടെ ഉള്ളിലും ഈ അക്രമ വാസനയാണ് കൊച്ചിലെ മുതലേ. സോ അവരും എന്താണ്, സ്ത്രീകളെ ആക്രമിക്കാൻ തന്നെയായിരിക്കും അവരും അവരുടെയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ. അതൊരു ആ കുട്ടി, ആ ഒരു ഇൻഡിവിജ്വൽ, ഒരു ചൈൽഡിന്റെ അപ്ബ്രിങ്ങിങ്ങിന്റെ പ്രശ്നമാണ് അല്ലെ. സോ ആ സൊസൈറ്റിയിൽ എന്താണോ നോർം, ഓക്കെ, അതനുസരിച്ചായിരിക്കും എത്തിക്കൽ സ്റ്റാൻഡേർഡും സെറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇതാണ് സംഗതി. സോ ഇവിടെ എന്താണ്, നേരത്തെ സംസാരിച്ച പോലെ നമ്മൾ ഈ എത്തിക്സ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ പ്രൊഫഷൻ അനുസരിച്ചും എത്തിക്സ് ഉണ്ട് അല്ലെ. കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഓത്ത് എടുക്കണം അല്ലെ. ഡോക്ടേഴ്സിന്, മെഡിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് അവർക്കും എന്താണ് ഓത്ത് എടുക്കണം, അവർക്കും ഓത്തെടുക്കണം അല്ലെ. സോ ഡിഫറെന്റ് ആൾക്കാർക്ക് ഓത്തെടുക്കണം. നമുക്കറിയാം നമ്മുടെ MLAs അല്ലെ, നമ്മുടെ MLAs, MPs, നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരൊക്കെ ഓത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, അവരുടെ കണ്ടക്ട് റൂൾസ് ആണ്. പോലീസ് അല്ലെ, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പോലീസ് അവർ ഓത്തെടുക്കുന്നുണ്ട്. സിമിലർലി സോൾജേഴ്സ് അവർ ഓത്തെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഓക്കെ, ആ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് പോയിന്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കേവലം നിയമങ്ങൾ മാത്രമല്ല, അവരുടെ ബിഹേവിയർ ഏത് രീതിയിലായിരിക്കണം, ഏത് രീതിയിലായിരിക്കും ഡിസിഷൻ എടുക്കേണ്ടത്, ഇതൂടെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ആ കോഡ് ഓഫ് കണ്ടക്ട്, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ അവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഫൈൻ. സോ ദിസ് ഇസ് ബേസിക്കലി ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽസ് ആൻഡ് എത്തിക്സ്. ഫസ്റ്റ് ലെവൽ നമ്മൾ ക്ലിയർ ചെയ്തു കേട്ടോ. നമ്മൾ ഇനി പയ്യെ ബിൽഡ് ചെയ്യാൻ പോകട്ടോ. സോ നേരത്തെ സംസാരിച്ച പോലെ മൊറാലിറ്റി ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ എന്താണ് ശരി, എന്താണ് റോങ് എന്നുള്ളതും, എത്തിക്സ് എന്താണ് സൊസൈറ്റിയൽ പെർസ്പെക്റ്റീവിൽ എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്നുള്ളതാണ്. ഇനി ഒരു പേഴ്സൺ ഹൈ മൊറാലാണ് പക്ഷെ നോട്ട് എത്തിക്കൽ ആക്കാൻ സാധ്യതയുണ്ടോ?
ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. സി വളരെ സിമ്പിളായിട്ട് പറയാം, രാജാറാമ മോഹൻ റോയ് അല്ലെ, അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന സൊസൈറ്റിയിൽ സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എത്തിക്കലി എന്തായിരുന്നു, കറക്റ്റ് ആയിരുന്നു അല്ലെ. എത്തിക്കലി കറക്റ്റ്, ഉത്തമമായ ഭാര്യ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സതി പെർഫോം ചെയ്യുക എന്നുള്ളതും അല്ലെ. ഒരു മനുഷ്യത്വപരമായി നോക്കുകയാണെങ്കിൽ അത് എന്താണ്, അത് വളരെ മോശമായ ഒരു കഷ്ടമായിരുന്നു അല്ലെ, വളരെ മോശമായ ഒരു കഷ്ടമായിരുന്നു. പക്ഷെ അന്നത്തെ സൊസൈറ്റി വാല്യൂ ചെയ്തിരുന്ന ഈ പറഞ്ഞ പോലെ കന്യക, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് പവിത്രത, ഇത് ഭയങ്കര അന്ന് ഭയങ്കര വാല്യൂഡാണ്. ഇതിനാണ് വാല്യൂ. ഓക്കെ, അതല്ലാതെ മറ്റുള്ള എന്താ പറയുന്നത് ഭാര്യ ഭർത്തൃ സ്നേഹം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ്, ഇതിനൊന്നും അല്ല വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അവിടെ എപ്പോഴും ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് സ്ത്രീയുടെ പവിത്രത, കന്യകാത്വം, ഇതൊക്കെയാണ് അവിടെ വാല്യൂഡ്. സോ ആ എന്താ പറയുക വാല്യൂ സിസ്റ്റത്തിൽ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ സ്റ്റാൻഡേർഡിൽ ഉള്ളിൽ സതി വാസ് റൈറ്റ്. Not performing sati was considered ethically wrong for a wife who lost her husband. Okay, so രാജാറാം മോഹൻ റോയ് വളരെ വോക്കലായിരുന്നു സതിക്കെതിരെ അല്ലെ, സതിക്കെതിരെ. സോ അന്നത്തെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂല് അദ്ദേഹം എത്തിക്കലി റോങ് ആയിരുന്നു, പക്ഷെ മോറലി ഹൈ ആണ്. മോറലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് ലൈഫ് അല്ലെ, റൈറ്റ് ഓഫ് ലൈഫ്, ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും പോകാൻ ഇയാൾ ഒരുക്കമാണ്. ഓക്കെ, സോ മോറലി ഇയാൾ ഹൈ ആയിരുന്നു, പക്ഷെ എത്തിക്കലി അന്നത്തെ ലെൻസിൽ അദ്ദേഹം മോറലി റോങ് ആയിരുന്നു. മനസ്സിലുണ്ടല്ലോ. സോ മോറലി കറക്റ്റ് ആകാം, പക്ഷെ എത്തിക്കലി തെറ്റാകാം. ഫൈൻ. ഇനി എത്തിക്കലി കറക്റ്റ് ആകാം, പക്ഷെ മോറലി റോങ് ആകുമോ? ഓഫ് കോഴ്സ് അല്ലെ. നമുക്കറിയാം, ആളൂർ എന്ന് പറയുന്ന വക്കീലിനറിയാം. ഒരു വക്കീൽ, അഡ്വക്കേറ്റ്, നമ്മൾ നേരെ സംസാരിച്ച പോലെ ഓരോ വക്കീലും അവർക്കും ഓരോ സെറിമണി ഉണ്ട്, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഏതൊരു എന്താ പറയുന്നത് ഒരു കക്ഷി, ആ കക്ഷി നമുക്കറിയാം അല്ലെ, ഒരാള് അൺലെസ് ആൻഡ് അൺടിൽ ഹി ഈസ് പ്രൂവൺ ഗിൽറ്റി ഹി ഈസ് ഇന്നസെന്റ് എന്നാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ തന്നെ വിശ്വാസം. സോ ഒരു ക്രിമിനൽ ലോയറിനെ സംബന്ധിച്ചിടത്തോളം, ഈവൻ ഇഫ് ആ ലോയറിനെ സമീപിക്കുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഹി ഹാസ് ടു ഫൈറ്റ് അല്ലെ, ഹി ഹാസ് ടു ഫൈറ്റ് സോ ദാറ്റ് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ പണിഷ്മെന്റ് ആയിരിക്കണം ആ വ്യക്തിക്ക് മേടിച്ച് കൊടുക്കേണ്ടത് അല്ലെ. ജീവപര്യന്തം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കേസിൽ ജീവപര്യന്തമെങ്കിലും മേടിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ രീതിയിലാണ് പലപ്പോഴും ഒരു ക്രിമിനൽ ലോയർ വാദിക്കുക. പക്ഷെ തെറ്റായിരിക്കാം, തെറ്റ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഉത്തമമായ ബോധ്യം ഉണ്ടായിരിക്കാം. സോ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗം എന്ന രീതിയിൽ ഒരിക്കലും ഇയാള് ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി ഹാജരാവുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. പക്ഷേ ഇത് ഒരു ജോലിയാണ്, നോബിൾ പ്രൊഫഷനാണ് അല്ലെ. ഈ പ്രൊഫഷണൽ വഴി അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ സഹായവും ഈ വ്യക്തിക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് ഒരു പേഴ്സണലി ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ സഹായത്തോടു കൂടി ഒരു വക്കീലിനെ ഈ പറഞ്ഞ വ്യക്തിയെ സേവിക്കാം, അല്ലെങ്കിൽ വ്യക്തിക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യാൻ പറ്റും ജുഡീഷ്യറിക്ക് നേരിട്ട്. സോ അത്രയും ആ ഒരു പ്രൊഫഷന്റെ ഒരു ഡിഗ്നിറ്റിയാണ് അത് കാണിക്കുന്നത്. സോ ഇവിടെ എന്താണ്, ഹൈലി മോറലാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യണം എന്നില്ല, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് വാശിയുള്ള ഒരാളെന്ന് തന്നെ കൂട്ടിക്കും. പക്ഷെ ഞാനൊരു അഡ്വക്കേറ്റ് ആണ് എങ്കിൽ എന്തിലേക്ക് വരുന്ന ഏതൊരു കക്ഷി അയാൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവനാണെങ്കിലും ഒരേ രീതിയിലായിരിക്കും ബാധിക്കുക അല്ലെ. കൊടിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിലും രണ്ടും എന്റെ കക്ഷിയാണ്. സോ രണ്ടും എന്റെ കക്ഷി ആയതുകൊണ്ട് തന്നെ ഒരേ തരത്തിൽ ഞാൻ പ്രവർത്തിക്കണം, ഒരേ തരത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യണം, ഒരേ എന്താ പറയുന്നത് ഒരു ഫൈറ്റോട് കൂടി, ഒരേ വീര്യത്തോടു കൂടി ഞാൻ കോടതിയിൽ വാദിക്കണം, എന്റെ പോയിന്റ്സ് നിരത്തണം. അത് എത്തിക്കലി, എന്റെ ജോബ് എത്തിക്കലി ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്. എന്റെ പേഴ്സണൽ മൊറാലിറ്റിയിൽ ഒരുപക്ഷെ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്, നമ്മുടെ ചിന്താമണി കൊലക്കേസിനകത്ത് സുരേഷ് ഗോപി ചെയ്യുന്നത് തന്നെ എത്തിക്കലി അദ്ദേഹം ചെയ്ത് കറക്റ്റ് അല്ലേ. കക്ഷികളെല്ലാം അദ്ദേഹം എന്താ പറയുന്നത് കൃത്യമായി വാദിച്ച് വെളിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷെ മൊറാലിറ്റിയിൽ അദ്ദേഹം കൊല്ലുന്നുണ്ടോ ഇല്ലേ, അതും അദ്ദേഹത്തിന്റെ മൊറാലിറ്റിയിൽ ഒരു പക്ഷെ ജുഡീഷ്യറിക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു എന്താ പറയുന്നത് ഒരു ശിക്ഷ ഞാൻ കൊടുക്കുന്നു എന്ന രീതിയിൽ. പക്ഷെ അതും നമ്മുടെ മൊറാലിറ്റി തെറ്റായിരിക്കാം. സോ ദിസ് ഡിഫറൻസ് ഫൈൻ. സോ ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിലും ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. ഓക്കെ, സോ ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങൾ കുറച്ചുകൂടെ വൈസറായിട്ട് മാറും. ഫൈൻ.
ഗുഡ്. സോ ദിസ് ഈസ് ബേസിക്കലി ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. എന്താണ് എത്തിക്സ്? എക്സ്റ്റേണൽ ആണ്, സൊസൈറ്റി, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ പ്രൊഫഷൻ, ഇതൊക്കെയാണ് നമ്മുടെ എത്തിക്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. പക്ഷേ മൊറാലിറ്റി അങ്ങനെയല്ല, ഇത് പേഴ്സണൽ കൾച്ചറൽ ഫെയ്ത്ത് ആണ്. നിങ്ങൾ ജെയിൻ ആണ് എങ്കിൽ നിങ്ങളുടെ മൊറാലിറ്റിയിൽ നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വെജ് ഫുഡ് മാത്രമായിരിക്കും നിങ്ങൾ കഴിക്കുക. ഒരു ബ്രാഹ്മണിക്കൽ ഒരു ഫാമിലി സെറ്റപ്പ് വളരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വെജ് മാത്രമായിരിക്കും കഴിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, ഗോ മാതാവിനെ പൂജിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു വിൽ നോട്ട് ഈറ്റ് ദ മീറ്റ്, അല്ലെ? അതുപോലെ തന്നെ മുസ്ലിംസ് എന്ന രീതിയിൽ വളരെ ഒരു ഓർത്തഡോക്സ് ആയിട്ട് വളരുകയാണ് നിങ്ങൾ ഒരു രീതിയിലുള്ള ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യത്തില്ല, പോർക്ക് യൂസ് ചെയ്യത്തില്ല. സോ ഈ പറഞ്ഞ മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ വാല്യൂസ് ഇത് വളരെ പേഴ്സണൽ ആണ്, കൾച്ചറൽ ആണ്, ആൻഡ് ഫെയ്ത്ത് റിലീജിയസ് ഓറിയന്റഡ് ആണ്. സോ നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം, വളർന്നു വരുന്ന കസ്റ്റംസ് അതോടെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. കസ്റ്റംസ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ മൊറൽസ് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പോയിന്റ്സ് ആണ്. പക്ഷെ ചോദിക്കാം, നിങ്ങൾക്ക് തന്നെ എക്സാംസിൽ ചോദിക്കാം. മോറലിന്റെ ഈ പറഞ്ഞ എത്തിക്സിന്റെ ഡിഫറൻസ് ഈ പറഞ്ഞ എക്സാംസിൽ ചോദിക്കാം. സോ എന്താണ് കസ്റ്റംസിനെ ബേസ് ചെയ്ത് ഇതൊക്കെ വരും. സോ ദിസ് ഇസ് ബേസിക്കലി എന്താണ് മൊറാലിറ്റി. ആൻഡ് ഇവിടെ നമുക്ക് റൂളിനെ എത്തിക്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? കൃത്യമായ റൂൾസ് ഉണ്ട്, ലോസ് ഉണ്ട്, കോഡ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അല്ലെ? പക്ഷെ മൊറാലിറ്റി അങ്ങനെയല്ല. ഇതൊക്കെ നമ്മുടെ സ്വന്തം, നമ്മുടെ പേഴ്സണൽ കോൺഷ്യസിലും നമ്മുടെ വിശ്വാസ പുരാണങ്ങളിലൊക്കെ നമ്മൾ ബേസ് ചെയ്തെടുക്കുന്നതാണ്. അവിടെ ബേസിക്കലി എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമങ്ങളില്ല. ഇതൊക്കെ വളരെ പേഴ്സണലാണ്. ആൻഡ് ഇത് പേഴ്സൺ ടു പേഴ്സൺ മാറുകയും ചെയ്യും. ചേഞ്ചബിലിറ്റി എങ്ങനെയാണ്? സൊസൈറ്റി മാറുന്ന അനുസരിച്ച് ഇത് മാറുകയുള്ളൂ. ആൻഡ് ഇതെന്താണ്? ഇതിന് ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ ഈ പക്ഷേ മൊറാലിറ്റി പേഴ്സൺ എങ്ങനെയാണ്? ഇത് മോറൽ സ്റ്റേബിൾ ആണ്. ഒരാളുടെ മോറൽ വാല്യൂസ് ഒന്നും പെട്ടെന്നൊന്നും മാറാൻ സാധ്യതയില്ല. സോറി, ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു തരം ഒരു ട്രെയ്റ്റ് ആണ്. അത് നമ്മൾ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുമല്ലോ, ഓൾമോസ്റ്റ് പെർമനന്റ് വരെ അത് മാറാനുള്ള സാധ്യതയില്ല. ഈവൻ ദോ എത്തിക്കലി അത് എത്തിക്സ് ബേസിസിൽ നമുക്ക് എന്താ ടൈം വെച്ച് സൊസൈറ്റി മാറുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ വായിക്കുന്ന അനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല, അതിനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. മൊറാലിറ്റി അങ്ങനെയല്ല. മൊറാലിറ്റി കുറച്ചുകൂടെ പേഴ്സണൽ ആണ്, അത് കുറച്ചുകൂടെ പെർമനന്റ് ആണ്. ഇനി ഇത് സംസാരിച്ചു പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഇവിടെ മൊറാലിറ്റി എന്താണ്? പേഴ്സണൽ ഓണസ്റ്റി, കമ്പാഷൻ, ഇതൊക്കെ നമ്മുടെ എംപത്തി, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഗുഡ്. സോ സെക്കൻഡ് ലെയർ ഇസ് ഓവർ. സോ നമ്മുടെ 2 ലെയർ കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആ ഡിസിഷൻ എടുക്കാൻ നമുക്ക് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ പല രീതിയിൽ ആ ഡിസിഷൻസിനെ എന്താ പറയുന്നത് നമ്മുടെ പരിധിയിലാക്കാൻ, ആ ഡിസിഷൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, അതിന് ബേസിക് ആയിട്ട് നമുക്കൊരു 3 ടൈപ്പ് ഓഫ് എത്തിക്കൽ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അത് മാത്രം ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഇസ് യൂട്ടിലിറ്റേറിയനിസം. ഇതിനെ കോൺസിക്വൻഷ്യലിസം എന്നും പറയും. അതായത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മെജോറിറ്റിക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഡിസിഷൻ ഒപ്പം നിൽക്കും. വളരെ കുറച്ച് മൈനോറിറ്റി, ഈ ഡിസിഷൻ കാരണം വളരെ കുറച്ച് ഒരു മൈനോറിറ്റിക്ക് ഇതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാര്യം കുഴപ്പമില്ല, തൽക്കാലം ഇത്രയും വലിയൊരു എന്താ പറയുന്നത് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സോ ഞാൻ തൽക്കാലം ഇതിലൂടെ നിൽക്കാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും. മേജർ ഗുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭൂരിഭാഗത്തിന്റെ ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. പക്ഷെ അതുപോലെ തന്നെ ദ ബെസ്റ്റ് ഔട്ട്കം ഏതായിരിക്കും എന്ന് പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കാൻ. സോ ബെസ്റ്റ് ഔട്ട്കം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കമും മനസ്സിലാക്കണം. ഇപ്പോൾ ഇതാണ്, അതായത് ഒരു ആക്ഷൻ അതിന്റെ കോൺസിക്വൻസസിനെ പഠിച്ചിട്ട് ആ കോൺസിക്വൻസിൽ ഏറ്റവും ചെറിയ പ്രശ്നബാധിതമായിട്ടുള്ള ഡിസിഷൻ ഏതാണോ ആ ഡിസിഷൻ കൈക്കൊള്ളുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ, ഏറ്റവും കൂടുതൽ ആൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ഉണ്ടാകുന്ന ഡിസിഷൻ ഏതാണോ അതെടുക്കുന്നു. അത് കാരണം കുറച്ച് ആൾക്കാർക്ക് പ്രശ്നമുണ്ടായാലും നിങ്ങളത് കാര്യമാക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് യൂട്ടിലിറ്റേറിയനിസമാണ്. നിങ്ങളൊരു യൂട്ടിലിറ്റേറിയൻ ആണ് എന്ന് പറയാം. സോ ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ
ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ആ ലക്ഷ്യം എത്താൻ വേണ്ടി ആ മാർഗത്തിൽ എന്തെങ്കിലും ചെറിയ കല്ലുകടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അത് ഗ്രേറ്റർ ഗുഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രേറ്റർ ഗുഡിന് വേണ്ടി നമ്മൾ അതിനെ സ്വയം മറന്നു കളയുക എന്നുള്ളതാണ്. സോ ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ചിലപ്പോൾ ചെറിയ പൊടിക്കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തായെങ്കിലും കൂടി, ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ശരി, അതിനുവേണ്ടി നമ്മൾ കുറച്ചധികം വിട്ടുവീഴ്ചകൾ ചെയ്താലും അതിന് തെറ്റില്ല എന്ന് പറയുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം. സോ നമുക്ക് അതിന് ഓരോ എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം കോവിഡിന്റെ പാൻഡമിക്കിന്റെ സമയം വന്നു. കോവിഡിന്റെ പാൻഡമിക് ആ സമയത്ത് നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ എത്ര തരം ആൾക്കാരുണ്ട്. ഒന്ന് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെ? ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വിമൻ ഉണ്ട്, ഏജ്ഡ് ആൾക്കാരുണ്ട്. രണ്ടാമത് നമുക്ക് ആരെ വെക്കാം? ചിൽഡ്രനെ വെക്കാം, അല്ലെ? കുട്ടികളെ വെക്കാം. സോ ഫസ്റ്റ് വൺ ഏജ്ഡ് ആൾക്കാര്, രണ്ടാമത് ചിൽഡ്രൻ, മൂന്നാമത് വിമൻ, നാലാമത് മെൻ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് വാക്സിൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു പഞ്ചായത്തിന്റെ ഹെഡാണ് എന്ന് കരുതുക. നിങ്ങളുടെ കയ്യിലേക്ക് ഗവൺമെന്റ് ഒരു 500 പേർക്കുള്ള വാക്സിൻ തന്നു. 500 പേർക്കുള്ള വാക്സിൻ തന്നു. ഓക്കെ, 500 പേർക്കുള്ള വാക്സിൻ തന്നു. മൊത്തം 700 പേരുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിന് മൊത്തം 700 പേരുണ്ട്. ഓക്കെ, ഇതില് ഈ 700-ല് 500 പേർക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആർക്ക് കൊടുക്കും? ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആൺ പെൺ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരെ, രണ്ടാമത് ചിൽഡ്രൻ, മൂന്നാമത് വിമൻ, നാലാമത് മെൻ. നിങ്ങൾ ഈ പറഞ്ഞ ഇത് ഞാൻ റാൻഡം ആയിട്ട് ഇട്ട ഒരു ഓർഡറാണ്. ഇതേ ഓർഡർ തന്നെയാണോ നിങ്ങൾ ഇടുന്നതെന്ന് മാത്രം ചിന്തിക്കാം. നിങ്ങൾ ഈ ഏജ്ഡിന് പകരം നിങ്ങൾ ആദ്യം ചിൽഡ്രനായിരിക്കും ഫോക്കസ് കൊടുക്കുക, അല്ലെ? ആദ്യം ചിൽഡ്രനിന് കൊടുക്കും, പിന്നെ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും, വിമന് കൊടുക്കാം, അല്ലെ മെന്നിന് കൊടുക്കാം, അല്ലെ? പല രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തേ, ഒരു 2 മിനിറ്റ് എടുക്കുക, നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ക്ലാസ് പോസ് ചെയ്തു, നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി യൂട്ടിലിറ്റേറിയം വെച്ച് പറയുകയാണെങ്കിൽ ഈ 4 പേരിൽ, ഈ 4 സെക്ഷനിൽ ഏറ്റവും കൂടുതൽ സർവൈവൽ റേറ്റ് ഉള്ളവർ ആരാണോ അവർക്ക് 500 വാക്സിൻ കൊടുക്കുക. അതായത് മരണപ്പെടാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ അവരെ മരണത്തിന് തള്ളിവിടുക. ഓക്കെ, അവരുടെ മരണം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല. ഓക്കെ, ഈവൻ ഇഫ് വാക്സിൻ കൊടുത്താലും അവര് മരിക്കും. ആ വാക്സിൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരാൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ അവിടെ എന്താണ്, നമുക്ക് അവിടെ നമ്മുടെ മോർട്ടാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ സാധിക്കും. മരണനിരക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രായമുള്ള എല്ലാവർക്കും കൂടെ ഈ പറഞ്ഞ പോലെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരും മരിക്കും. വാക്സിൻ കിട്ടാത്ത യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ യുവതികളായിട്ടുള്ള ആൾക്കാരും മരിക്കും, അല്ലെ? സോ അവിടെ മോർട്ടാലിറ്റി, മരണനിരക്ക് ക്രമാതീതമായിട്ട് ഉയരാം. അപ്പോ ഒരു പഞ്ചായത്തിന്റെ ഹെഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ബെറ്റർ അക്നോളജ്മെന്റ്, ബെറ്റർ റെക്കഗ്നിഷൻ കിട്ടുക? ആ മരണനിരക്ക് ഏറ്റവും കുറവായ സമയത്തായിരിക്കും, അല്ലെ? സോ ആ ഒരു ഇൻഡിവിജ്വൽ ഒരു അക്കംപ്ലിഷ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് പല രീതിയിൽ ഇതൊന്നും തെറ്റല്ല കേട്ടോ, ഇതൊന്നും തെറ്റല്ല. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും തെറ്റല്ല. ഓക്കെ, ഏത് രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്താലും അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്. യൂട്ടിലിറ്റേറിയൻ പറയുന്നത് എന്താണ്? മരണനിരക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് എടുക്കുക. അതായിരിക്കും എത്തിക്കലി കറക്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായിരിക്കും എത്തിക്കലി കറക്റ്റ്. സോ ദിസ് ഇസ് റിസോഴ്സ് യൂട്ടിലൈസ്. ഇനി അടുത്തത് പബ്ലിക് പോളിസി ഡിസിഷൻ. നിങ്ങളറിയാം, നിങ്ങൾക്ക് ഒരു വളരെ ഹൈ ബ്ലോക്ക് ഉള്ള ഒരു ഏരിയ, ആ ബ്ലോക്കുള്ള ഏരിയയിൽ നിങ്ങൾക്ക് ഒരു മേൽപ്പാലം പണിയണം. പക്ഷെ ആ മേൽപ്പാലം പണിയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കുറെ അധികം വീടുകളും കുറച്ചധികം കടകളും നിങ്ങൾക്ക് പൊളിക്കേണ്ടി വരും. അപ്പൊ എന്താ, ഒരു ദിവസം 15,000-15,000-ഓളം വണ്ടികൾ മൂവ് ചെയ്യുന്നതാണ്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ഒരു ഏരിയയിലെ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേൽപ്പാലത്തിന് വേണ്ടി ഒരു 200-300 പേരെ അല്ലെങ്കിൽ ഒരു 20-50 ഫാമിലീസിനെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വരും. അത് മെജോറിറ്ററി ഗുഡിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യുമോ ഇല്ലയോ? നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്ടിലിറ്റേറിയൻ ആണ്, അത് കറക്റ്റ് ആണ്.
നിങ്ങൾ അത് ചെയ്യത്തില്ല എങ്കിലും അത് കറക്റ്റ് ആണ്, അത് മറ്റൊരു രീതിയാണ്. സോ ഇതാണ് ബേസിക്കലി എത്തിക്കലി ഇവിടെ റോങ് അല്ല, ബെറ്റർ ഏതാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതിനൊക്കെ നമുക്കിനി ഉത്തരം നമുക്ക് പോകെ സംസാരിക്കാം. ഇതൊക്കെ ഞാൻ പകുതി ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിന്റെ ഡിസിഷൻ ആയിക്കോട്ടെ, ഈ എക്സാമ്പിൾ ആയിക്കോട്ടെ, ഇതൊക്കെ ഹാഫ് സ്പോട്ട് നിർത്തുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ. ഇതിൽ ഇപ്പൊ ഞാൻ പറയുകയാണ് എന്താണ് ബെറ്റർ, ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഒരു വേഗമാണ്. പക്ഷെ ഓരോരുത്തരുടെയും എത്തിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, മൊറാലിറ്റി അനുസരിച്ച് ഈ പറഞ്ഞ സിസ്റ്റം മാറും. ഇത് യൂട്ടിലിറ്റേറിയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂട്ടിലിറ്റേറിയനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ഏത് ഡിസിഷൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും സാരമില്ല, തൽക്കാലം ഇതിങ്ങനെ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് യൂട്ടിലിറ്റേറിയൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഇത് തെറ്റാണ് എന്ന് ഒരിടത്തും പറയുന്നില്ല കേട്ടോ, ഇത് തെറ്റാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇനി ഇതിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണം, കൂടുതൽ കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ വിടുതലേ എന്നൊരു സിനിമയുണ്ട്, വിക്ടറിമാരുടെ സിനിമയാണ്. ആ സിനിമയുടെ സെക്കൻഡ് പാർട്ടിനകത്ത് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ, വിജയ് സേതുപതി അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം ഈ യൂട്ടിലിറ്റേറിയനെ പറ്റി, അതിന്റെ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചെറിയ ഗ്ലിംസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടു നോക്കാം പഠനത്തിലൊക്കെ ശേഷം. ആ സമയം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഐഡിയ കിട്ടും. ഓക്കെ, അതിൽ ഈ പറഞ്ഞ പോലെ യൂട്ടിലിറ്റേറിയത്തിന്റെ റൈറ്റും റോങ് ഡിസിഷൻസ്, റൈറ്റും റോങ് സിനാരിയോസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനാണ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഡിയോണ്ടോളജി. ഇവിടെ ഡ്യൂട്ടി ബേസ്ഡ് ആണ്. അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും നിയമങ്ങളാൽ. ഓക്കെ, ലോസ് വഴി ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും. ലോസ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും. ഈ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ആ ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ ലോസ് ആണ്. ഇതാണ് ഡിയോണ്ടോളജി. ഓക്കെ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. നിയമത്തിൽ ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ ശരിയായി ചെയ്യും. നിയമത്തിൽ ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇത് തെറ്റാക്കി ചിന്തിക്കും. അവിടെ നിങ്ങൾ മെജോറിറ്റേറിയനെ പറ്റി ചിന്തിക്കത്തില്ല. മെജോറിറ്റേറിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്ടിലിറ്റേറിയൻ സിസ്റ്റത്തിനകത്ത് തെറ്റാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഡിയോണ്ടോളജിയിൽ കറക്റ്റ് ആയിരിക്കാം. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. സോ ഇവിടെ എന്താണ്? ഇവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരെന്താണ്, കുറച്ച് അവരുടെ ഡ്യൂട്ടീസിനെ, മോറൽ റൂൾസിനെ ഫോളോ ചെയ്യും. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് കോൺസിക്വൻസസ് ആയിക്കോട്ടെ, നിയമം അനുശാസിക്കുന്ന നടപടികൾ മാത്രം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഡിയോണ്ടോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇന്ന സിറ്റുവേഷനിൽ ഏത് രീതിയിൽ ആക്ട് ചെയ്യണം, അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് എന്തായിരിക്കണം, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് എന്തായിരിക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് മാത്രം അല്ലെങ്കിൽ ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് പെട്ടെന്ന്, നിങ്ങളൊരു ഡോക്ടറാണ്. ഓക്കെ, നിങ്ങളൊരു ഡോക്ടറാണ്. ഒരു പേഷ്യന്റ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഓക്കെ, ഈ പേഷ്യന്റിന് ഉടനെ തന്നെ ഒരു സർജറി ആവശ്യമാണ്. ഒരു സർജറി ആവശ്യമാണ്. പക്ഷേ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ്, ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 50% ആണ്. അയാൾക്ക് രക്ഷപ്പെടാതിരിക്കാം. പക്ഷെ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഇയാളുടെ ക്ലോസ് അസോസിയേറ്റ്സ്, ഇയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇയാളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇയാളുടെ അച്ഛനമ്മ, മക്കൾ, ആരുടെയെങ്കിലും ഒരു സമ്മതപത്രം വേണം. ആ സമ്മതപത്രം ഇല്ലാണ്ട് ഈ പറയുന്ന ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ സമ്മതപത്രത്തിന് വേണ്ടി കാത്തു നിൽക്കുമോ, അതോ സമ്മതപത്രത്തിന് കാത്തു നിൽക്കാതെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സർജറി അങ്ങ് ചെയ്യണം? ഓക്കെ, ഇവിടെ ആ സമ്മതപത്രം ഇല്ലാണ്ട് ആ സർജറി ചെയ്ത് കഴിഞ്ഞ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി? ഡോക്ടറാണ് ഉത്തരവാദി. സോ ആ കോഡ് ഓഫ് കണ്ടക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സമ്മതമില്ലാണ്ട് ഡോക്ടർ ഇത് ചെയ്യരുത് എന്ന്. സോ സമ്മതമില്ലാണ്ട് ഡോക്ടർ ഇത് ചെയ്യുകയാണ് എങ്കിൽ അത് ഡിയോണ്ടോളജിക്കെതിരാണ്. സോ ഡിയോണ്ടോളജി അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് എന്താ പറയുന്നത്? സമ്മതം ഇല്ലാണ്ട് ചെയ്യരുത്. സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ലോ ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള രീതിയിൽ മാത്രമേ പെരുമാറുള്ളൂ. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അയാളും ഞാനും തമ്മിൽ എന്നൊരു സിനിമയിൽ പൃഥ്വിരാജ് കലാഭവൻ മണിയുടെ കുട്ടിക്ക് ഒരു സർജറി ചെയ്യും അല്ലെ, അവസാനം കുട്ടി മരിക്കും. സോ അവിടെ എന്താണ്, അവിടെ ഈ സെറ്റപ്പാണ് ഡിയോണ്ടോളജി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് കുറച്ച് ഇഷ്യൂസും കുറച്ച് പറഞ്ഞ പോലെ എന്താ പറയുന്നത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നത് ഇനീഷ്യലി. സോ ഇവിടെ എന്താണ്, ആ ഒരാളുടെ സമ്മതം കൂടാണ്ട് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ. ഓക്കെ,
അതിനെയാണ്, അല്ലെങ്കിൽ ആ ഇഷ്യൂസ് ഇയാൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട്സ് ഓരോ പ്രൊഫഷനും കൊടുക്കുന്നത്. ആ കോഡ് ഓഫ് കണ്ടക്ട്സ് പ്രകാരം മാത്രം വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിയന്റോളജി എന്ന് പറയുന്നത്. മനസ്സിലാണല്ലോ. ഇനി വാല്യൂ ബേസ്ഡ് വർക്ക് ചെയ്യുന്നത് വെർച്യൂ ബേസ്ഡ് എത്തിക്സ് ആണ് നമ്മൾ അത് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യും. സോ തൽക്കാലം നിൽക്കട്ടെ, ഓരോന്നായിട്ട് ബിൽഡ് ചെയ്ത് പോകും. സോ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയാം, നമുക്ക് എന്താ, നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, നിങ്ങൾക്ക് ഒരു സീനിയർ എംപ്ലോയി ഉണ്ട്. ആ സീനിയർ എംപ്ലോയി വളരെ നല്ലൊരു എംപ്ലോയി ആണ്. വളരെ നല്ലൊരു എംപ്ലോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംപ്ലോയി ആൾക്കാരിലേക്ക്, സാധാരണക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഹോൾ ഇദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പിലാണ് പറയുന്നത്, നല്ലൊരു ലീഡറാണ്, നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലീഡറാണ്. പക്ഷെ അദ്ദേഹം കറപ്റ്റഡ് സെൻസ് എന്താണ്, നമ്മുടെ കാര്യങ്ങളും കൊച്ചുണ്ണിയെ പോലെ തന്നെ അദ്ദേഹം എന്താണ്, വലിയ വലിയ കാശുകാരിൽ നിന്നും വലിയ ബിസിനസ്മാനിൽ നിന്ന് പറയും പുള്ളി എന്ത് ചെയ്യും, ആ കാശ് പുള്ളി എന്ത് ചെയ്യും, കറപ്റ്റഡ് ആണ്, പുള്ളി നൈസായിട്ട് അത് അടിച്ചു മാറ്റുന്നുണ്ട്. ഓക്കെ പക്ഷെ സാധാരണക്കാരനെടുത്ത പുള്ളി എക്സ്ട്രാ ഡീസന്റ് ആണ്, ഇവിടെ പക്ക കാര്യങ്ങൾ കൊച്ചിട്ടില്ലേ. പക്ഷെ ഈ പറഞ്ഞ കാശ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഈ പറഞ്ഞ എമൗണ്ട് എന്ത് നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യട്ടെ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ അനാഥാരത്തിന് വേണ്ടി ചെലവാക്കാം, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ രൂപ പോലും എടുക്കുന്നില്ല, കൃത്യമായിട്ട് ആവശ്യക്കാർക്ക് കാശ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരാള് കറപ്റ്റഡ് ആണ്. ആരുടെ കണ്ണിൽ? ഡിയന്റോളജി, ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സിൽ വിശ്വസിക്കുന്ന ഒരാളുടെ മുന്നിൽ അയാൾ കറപ്റ്റഡ് ആണ്. അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡിയന്റോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? ഇത്രയും ആൾക്കാർക്ക് നന്മ ഉണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം ഒഴിവാക്കിയേക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് യൂട്ടിലിറ്റേറിയൻസുമാണ്, അല്ലെ? പക്ഷേ അല്ല, അയാള് ഈ പറഞ്ഞ ഒരു തെറ്റാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, ഉടനെ അത് റിപ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡിയന്റോളജി. ഓക്കെ, ദാറ്റ് ഈസ് ഡിയന്റോളജി. മനസ്സിലാകുന്നുണ്ടല്ലോ? ദാറ്റ് ഈസ് ഡിയന്റോളജി. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റേറിയനിസം ആൻഡ് ഡിയന്റോളജി. ഇനി ഇൻഡിവിജ്വൽ റൈറ്റ്സ്. നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്, നിങ്ങൾക്ക് വാറന്റ് ഇല്ലാണ്ട് ഒരു മുറിക്കത്തുള്ളിലേക്ക് കയറാൻ സാധിക്കത്തില്ല. അതാണ് ആസ് പെർ ലോ. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഒരു വലിയൊരു കൊലക്കേസ് പ്രതി ആ മുറിക്കകത്തുണ്ടെന്ന്. സോ ആ മുറിക്കകത്തോട് നിങ്ങൾക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷെ ആ മുറിക്ക് ഉള്ളിലേക്ക് കയറാനുള്ള വാറന്റ് നിങ്ങൾക്കില്ല. ഈ സമയത്ത് നിങ്ങൾ ഉള്ളിലേക്ക് കയറുമോ, ഉള്ളിലേക്ക് കയറാതിരിക്കുമോ? ഉള്ളിലേക്ക് കയറും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്താണ് അത്? ബേസിക്കലി അത് ഡിയന്റോളജിക്ക് എതിരാണ്, നിങ്ങളുടെ ലോ, നിങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്റ്റിന് എതിരാണ്. നാളെ നിങ്ങൾ മുറിക്കകത്ത് കയറി അയാൾ അവിടെ ഇല്ലെങ്കിലോ, അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ അത് പിന്നെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. ഓക്കെ, റോന്ത് എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സാക്ട് സീനായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതാണ് കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഒരു പുതിയ ഓഫീസർ എന്ന രീതിയിൽ അയാളെ ഫേസ് ചെയ്യുന്ന എത്തിക്കൽ ഡിലമാസ് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും ഒരു ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും തമ്മിലുള്ള ഒരു എത്തിക്കൽ എന്ന് പറയുന്നത് ഡിഫറൻസസിനെയാണ് ആ സിനിമയിൽ പ്യൂറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പൊർട്രേ ചെയ്തേക്കുന്നത്. സോ ഓരോ എക്സാമ്പിൾസ് ഞാൻ ഓരോ സിനിമ പറയുന്നുണ്ട്, ഇതൊക്കെ ഒറ്റ ഇരിപ്പിനെ കണ്ടു തീർത്ത് അവസാനം പഠിക്കാൻ സമയമില്ലാണ്ടാകരുത്. ഓക്കെ, നെക്സ്റ്റ് വെർച്യൂ എത്തിക്സ്. ഇവിടെ എന്താണ്? ക്യാരക്ടർ ബേസ്ഡ് എത്തിക്സ് ആണ്. ഇവിടെ നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ മോറൽ വേർച്യൂസുമാണ് ഒരു പബ്ലിക് സെർവന്റ് എന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കലാക്കി മാറ്റുന്നത്. ഇവിടെ സെറ്റ് ചെയ്ത റൂൾ ആയിരിക്കത്തില്ല. ഇവിടെ അതുപോലെ തന്നെ എന്ത് പറയുന്നത് യൂട്ടിലിറ്ററിയും അല്ല. നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിനും ശരിയും തെറ്റുമുണ്ടല്ലോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രവർത്തന ശൈലി. ഇവിടെ ഒരു സിവിൽ സർവന്റ് എന്ന രീതിയിൽ നിങ്ങളൊരു വെൽഫെയർ പ്രോഗ്രാം നടത്തുകയാണെന്ന് വെച്ചു. അവിടെ പട്ടയം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വരികയാണ്. പക്ഷെ ആ ഫാമിലിക്ക് ഏറ്റവും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അവർക്കില്ല. ആ ഡോക്യുമെന്റ് അന്ന് 5 മണിക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് പട്ടയം കിട്ടുകയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? ഡിയന്റോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പട്ടയം കൊടുക്കില്ല. അത് തെറ്റാണോ ശരിയാണോ? അതും ശരിയാണ്, തെറ്റാണോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇനി ആസ് എ സിവിൽ സർവന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മിസ് ചെയ്ത ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റ് ഏതെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ചെയ്യാം. അവരുടെ കയ്യിൽ ആ കോപ്പി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. സോ താൽക്കാലികമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പാസ് ചെയ്ത് വിടാം. ആൻഡ് ദെൻ വിത്തിൻ നിങ്ങളുടെ ഡയറക്ഷൻ വെച്ചിട്ട് നിങ്ങളുടെ പവർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനുള്ളിലേക്ക് എത്തിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ ഇത് പാസ്സാക്കി വിടാം. അപ്പോഴും പ്രശ്നം വരാം, അല്ലെ? സോ ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ആ ഡിസ്ക്രിപ്ഷൻ ബേസിക്കലി എന്താണ്? നിങ്ങളുടെ കമ്പാഷൻ ആണ് കാണിക്കുന്നത്, നിങ്ങളുടെ വെർച്യു ആണ്, നിങ്ങളുടെ മൊറാലിറ്റിയാണ്. നിങ്ങൾ ഹൈലി കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ഹൈലി എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി വേറെ ഒന്നുണ്ട്, ഇന്റഗ്രിറ്റി എന്താണ്? നിങ്ങളൊരു ഒരു ഇന്റർവ്യൂ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ബോർഡിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് വെച്ചോ. നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരാള് നിങ്ങളുടെ ക്ലോസ് ബന്ധുവോ ക്ലോസ് ഫ്രണ്ടോ ആണെങ്കിൽ ആ ഇന്റർവ്യൂവിൽ
നിങ്ങളുടെ പേഴ്സണൽ ബയാസ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈവൻ ദോ നിങ്ങൾക്ക് അത് വാദിക്കാമെങ്കിൽ കൂടി ഒരു സ്ലൈറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടല്ലോ എപ്പോഴും ആ ഡിസിഷന്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദ ബെസ്റ്റ് മൂവ് എന്തായിരിക്കും? ആ കമ്മിറ്റിയിൽ നിന്നും സ്വയം മാറി നിൽക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ബാക്കിയുള്ള 50 ഉദ്യോഗാർത്ഥികളിൽ ഒരാൾക്ക് വേണ്ടി ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ചകൾ നിങ്ങൾ തയ്യാറായില്ല. സോ ബാക്കി 49 പേർക്കും നിങ്ങൾക്ക് എന്താ ഒരു റൈറ്റ് ടു കോൺടെസ്റ്റ് അല്ലെ, ഒരു ഫെയർനെസ്, ഒരു ഈവൻ പ്ലേ അല്ലെങ്കിൽ ഒരേ പ്രതലം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ വാല്യൂവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൃത്യമായിട്ട് ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഇസ് ഓരോരുത്തരുടെ അനുസരിച്ച്. ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും ഞാനിവിടെ ഇരുന്നാലും പ്രശ്നമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇമ്പാർഷ്യാലിറ്റി ഞാൻ തീരുമാനം എടുക്കത്തുള്ളൂ. പക്ഷേ ദ ബെസ്റ്റ് എന്തായിരിക്കും? നിങ്ങൾ ആ കമ്മിറ്റിയിൽ നിന്നും മാറി നിൽക്കാതെ എന്നുള്ളത് തന്നെയാണ്. സോ ദീസ് ആർ ഡിഫറെന്റ് എന്താ പറയുന്നത് എത്തിക്കൽ ഫ്രെയിം വർക്ക്സ്. സോ എത്തിക്സ് എന്താണെന്ന് മനസ്സിലായി, എത്തിക്കൽ ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായി അല്ലെ. ഇതൊന്നും ഒരു ഡിസിഷൻ മറ്റൊരു ഡിസിഷനേക്കാൾ കേമമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഒരു ഡിസിഷൻ മറ്റൊരു ഡിസിഷനേക്കാൾ ബെറ്റർ ആണ് എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തീരുമാനങ്ങളെ പല രീതിയിൽ പല ബ്രാക്കറ്റിനുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ നാളെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫൈൻ, ഗുഡ്. ഇനി എന്തൊക്കെയാണ് കീ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ? ഫസ്റ്റ് വൺ ഇസ് ഇന്റഗ്രിറ്റി. ഇവിടെ എന്താണ് ഇന്റഗ്രിറ്റി? നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓണസ്റ്റ് ഒരു ഒഫീഷ്യൽ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഇന്റഗ്രിറ്റി എപ്പോഴും ഇൻടാക്ട് ആയിരിക്കണം എന്ന് പറയും. ഓക്കെ, നിങ്ങളൊരു ക്ലർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് എന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു ഫയൽ മൂവ് ചെയ്യാൻ വേണ്ടി അത് വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ എന്താ പറയുന്നത് എല്ലാ നിയമം അനുശാസിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും പ്രൊവൈഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരിക്കാം അല്ലെ. ആ പ്രപ്പോസൽ നീങ്ങിയാൽ അത് ഉറപ്പായിട്ട് അത് പാസ്സാകും. പക്ഷെ ഒബ്വിയസ്ലി ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഫ്രിക്ഷൻസ് എപ്പോഴും ഉണ്ടാവും അല്ലെ. ഒരു അടുത്ത ലെവലിലേക്ക് അത് സ്റ്റഡി ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് അറിയാം അത് കാരണം ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന്. ഓക്കെ, ആ ഫയൽ അത്ര പെർഫെക്റ്റ് ആണെന്നറിയാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫയല് ഈ ആൾക്ക് അത്ര അത്യാവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് പുഷ് ചെയ്യാൻ നോക്കും അല്ലെ. ചിലപ്പോൾ പൈസ മേടിച്ചിട്ടായിരിക്കാം അല്ലെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫേവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല. ആ ഫയൽ അത്ര പെർഫെക്റ്റ് ആണ്. അത് എൻവയോൺമെന്റിലെയോ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്ട് പ്രപ്പോസൽ അല്ല. പക്ഷെ ആ ബ്യൂറോക്രാറ്റിക് പ്രോസസ് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ആ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ബ്രൈബ് മേടിക്കുന്നുണ്ടായിരിക്കും. ആ ബ്രൈബും ഒരു വളരെ മോശമായിട്ടുള്ള പ്രപ്പോസലിന് വേണ്ടി നിങ്ങൾ മേടിക്കുന്ന ബ്രൈബും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ ബ്രൈബ് ഇസ് ബ്രൈബ്. ഓക്കെ, അതിന് നല്ല ബ്രൈബും ചീത്ത ബ്രൈബും എന്ന സംഗതി ഇല്ല. സോ ഇന്റഗ്രിറ്റി എന്നൊരു സംഗതി ഉണ്ടല്ലോ. എത്ര നല്ല പ്രപ്പോസൽ ആണെങ്കിലും എത്ര മോശം പ്രപ്പോസൽ ആണെങ്കിലും നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ് മാത്രം അതിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി. മനസ്സിലാണല്ലോ. ദെൻ ട്രാൻസ്പെറൻസി. ഇവിടെ എന്താണ്? നിങ്ങൾ ഒരു ഫയൽ മൂവ് ചെയ്യുന്നുണ്ട്, ആ ഫയൽ ഏത് സ്റ്റേഷനിലാണ്, ഇത് ഫയൽ പൂഴ്ത്തിവെപ്പില്ല, എന്താണ് സ്റ്റെപ്പ് എടുത്തേക്കുന്നത്, എന്തൊക്കെ കറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇത് ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കും എത്തുന്നുണ്ട്. അത് ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ, ഫയൽ ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത ആൾക്ക്, പ്രപ്പോസൽ അപ്ലൈ ചെയ്ത ആൾക്ക്, താഴത്തെ ഉദ്യോഗസ്ഥന്, മേലെ ഉദ്യോഗസ്ഥന്, എല്ലാവർക്കും അതിന്റെ കറന്റ് സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആണ്. ആ രീതിയിലേക്കാണ് നമ്മുടെ ഗവൺമെന്റ് പല മൂവ്മെന്റും എടുക്കുന്നത് അല്ലെ. അക്കൗണ്ടബിലിറ്റി. ഒരു നിങ്ങളൊരു ആക്ഷൻ എടുത്തു, നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തു, ആ സ്റ്റെപ്പ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താ പറയുന്നത് ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കാണുമെങ്കിൽ ആ സ്റ്റെപ്പ് കാരണം ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് കാരണം ഉണ്ടാകുന്ന കംപ്ലീറ്റ് റിസൾട്ടിനും നിങ്ങളാണ് ഉത്തരവാദി. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ റെയിൽവേ മിനിസ്ട്രിയുടെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെ. ഇപ്പോൾ കറന്റ് റെയിൽവേ മിനിസ്റ്റർ ആരാണ് എന്നറിയാമല്ലോ അല്ലെ. സോ നമ്മൾ എത്രത്തോളം ഈ റീസെന്റ് ആയിട്ടുള്ള ട്രെയിൻ ആക്സിഡൻസ് ഞാൻ സംസാരിച്ച ഓർമ്മയുണ്ടോ? കഴിഞ്ഞ റീസെന്റ് ക്ലാസ്സിൽ ഇത് ക്ലാസ് ആണെന്ന് ഞാൻ വിട്ടുപോയി. നമുക്കറിയാം മമതാ ബാനർജി പോലെ, അതുപോലെ മൊറാർജി ദേശായി ഒക്കെ ഒരു ചെറിയതല്ല ഒരു റെയിൽവേ ആക്സിഡന്റിന് ശേഷം അതിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് രാജിവെച്ചു. ഇപ്പോഴത്തെ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ വൈഷ്ണവ് എന്താണ് എത്രത്തോളം ഇൻസിഡൻസ് ഉണ്ടായി അല്ലെ. ഒഡീഷയിലെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, 260 പേരോളം മരിക്കുന്നു. കാശി വിശ്വനാഥിലേക്ക് പോയ ട്രെയിനുകളിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഡൽഹി എയർപോർട്ടിൽ ഓവർ ക്രൗഡഡ് ആകുന്നു. ഇത്രയും അധികം ഇഷ്യൂസ് ഉണ്ടാകുന്നു. ബട്ട് സ്റ്റിൽ he still holds the ചെയർ അല്ലെ. അവിടെ എന്താണ് എത്തിക്കൽ അക്കൗണ്ടബിലിറ്റി അല്ലെ. അക്കൗണ്ടബിലിറ്റി എന്നൊരു സംഗതി ഉണ്ട്. അത് വളരെ വളരെ അത്യാവശ്യമായ ഒരു പബ്ലിക് സർവന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ആക്ഷനും
ഉത്തരവാദി താനാണ്, താൻ അതിന് അക്കൗണ്ടബിൾ ആണ്. നല്ലതിന് മാത്രമല്ല, മോശം സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യം ഒരു പബ്ലിക് സെർവന്റിന് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇംപാർഷ്യാലിറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ഫേവറിറ്റിസം, ഒരു തരത്തിലുള്ള നെപ്പോട്ടിസത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യരുത്, ഭാഗമാകരുത്. ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ അത് മെറിറ്റിന്റെ ബേസിസിലായിരിക്കണം. ഒരു ഡിസിഷൻ ആണെങ്കിൽ അതെപ്പോഴും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സത്ത മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കണം. ദെൻ റെസ്പോൺസിബിലിറ്റി ഇത് സംസാരിച്ചു. നമ്മുടെ ഒരു ഡ്യൂട്ടി, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഗ്നിറ്റിയും എത്തിക്കൽ ഡിസിഷനും അല്ലെങ്കിൽ എത്തിക്കൽ പോയിന്റും ഇൻടാക്ട് ആയിരിക്കണം. ഫൈൻ. ദെൻ കംസ് റൂൾ ഓഫ് ലോയിലുള്ള റെസ്പെക്ട് ഫോർ റൂൾ ഓഫ് ലോ. നമ്മള് പ്രതിനിധാനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പൊസിഷന്റെ ഭാഗമാകുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചോണം നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കാൻ. ഓക്കെ, സോ അഡ്ഹറൻസ് ടു റൂൾ ഓഫ് ലോ. ഫൈൻ. സോ ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് 6 പ്രിൻസിപ്പിൾസ് ഇൻ. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിളിന്റെ ബേസിൽ ചിലപ്പോൾ തരാൻ പോകണം. ഒരിക്കലും നിങ്ങൾ ഒരു 4 വാല്യൂ തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾ എന്നുള്ളതായിരിക്കണം എന്നില്ല ക്വസ്റ്റ്യൻ. പകരം ഒരു സിനാരിയോ തരാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു സിനാരിയോ പോലത്തെ ഒരു സിനാരിയോ തരാം. ആ സിനാരിയോയിൽ എന്ത് പ്രിൻസിപ്പിളിലാണ് അദ്ദേഹം ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക്സിലുള്ള സ്ട്രെങ്ത് വേണ്ടത്. ഓക്കെ, ബേസിക്സിലുള്ള സ്ട്രെങ്ത് വേണ്ടത്. അവിടെ എന്ത് അപ്രോച്ചാണ് അയാൾ യൂസ് ചെയ്തത്, ആ അപ്രോച്ചിന് വേണ്ടിയിട്ട് അയാൾ എന്ത് വാല്യൂ ആണ് യൂസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ഒരു സിനാരിയോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയാം. ഒരു പക്ഷേ നിങ്ങളൊരു ഡിസ്ട്രിക്ട് സബ് കളക്ടർ ആണെന്ന് കരുതുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഒരു ഡൈയിങ് ഒരു കമ്പനി ഉണ്ടെന്ന് കരുതുക. ആ ഡൈയിങ് കമ്പനി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പുറന്തള്ളുന്ന വേസ്റ്റിൽ ഒരു ടോക്സിക് എഫ്ലുവന്റ് ഉണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ ടോക്സിക് ലിസ്റ്റിൽ ഈ ടോക്സിക് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് യഥേഷ്ടം ഇതെന്ത് ചെയ്യാം, ഈ പറയുന്ന നദിയിലേക്ക് തള്ളാം. ഇനി ഇവിടെ ഈ നദിയിലേക്ക് തള്ളിയ ഈ വേസ്റ്റ് കാരണം അവിടെ കുറെ അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. സോ ആസ് എ കളക്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഈ ടോക്സിക് വേസ്റ്റ് ഇവിടെ ഇല്ല. ഈ ടോക്സിക് വേസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് ലിസ്റ്റിൽ ഇല്ലാത്ത ടോക്സിക് വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലീഗലി ഇതിനെ മൂവ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, മിണ്ടാതിരിക്കാം അല്ലെ. സോ നിങ്ങൾ എന്ത് തരം ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, സബ് കളക്ടർ എന്ത് കീ പ്രിൻസിപ്പിളിന്റെ ബേസിസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് ആസ് എ സബ് കളക്ടർ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ദാറ്റ് ബൗണ്ടറി അല്ലേ. സോ ആ റെസ്പോൺസിബിലിറ്റി ബേസിസിലായിരിക്കും അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഡിഫറെന്റ് സിനാരിയോസ് വരും. ഒരു സിനാരിയോ തരും. ആ സിനാരിയോയിൽ ഒരു ഇഷ്യൂ വരും. ആ ഇഷ്യൂവിൽ നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് പ്രിൻസിപ്പിളെ ആയിരിക്കും കൂടെ നിർത്തുക, കൂടെ പിടിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇങ്ങനെ PSC ഇതൊക്കെ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാതിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം PSCയുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. PSCയുടെ ക്വസ്റ്റ്യൻസും ചലഞ്ചിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളും എക്സ്പെക്ട് ചെയ്യണം അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സോ ഒബ്വിയസ്ലി നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി നിങ്ങളിലേക്ക് എത്തിക്കും. ഫൈൻ. അതും പേടിക്കണം. അതിന്റെ ഒരു സപ്പോർട്ടും അക്കാഡമിക്സിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കും. ഫൈൻ. ദെൻ എത്തിക്കൽ ഡിലമാസ് ഇൻ സിറ്റുവേഷൻ. ഇവിടെ സിറ്റുവേഷൻസിനകത്ത് നമുക്കറിയാം കോൺഫ്ലിക്റ്റ് വാല്യൂസ് വരും. അവിടെ ആ കോൺഫ്ലിക്റ്റ് വാല്യൂസിന്റെ പുറത്ത് നമുക്ക് ഒരു ഡിലമ ഉണ്ടാവും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഈ അങ്ങനെ ഒരു ഡിലമ വരുവാണെങ്കിൽ നമ്മൾ എവിടെ നിന്നായിരിക്കും നമുക്കൊരു എത്തിക്കൽ ഗൈഡൻസിന് വേണ്ടി നമ്മൾ സമീപിക്കുക. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ്. അവിടെ നമുക്കറിയാം ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി പോലുള്ള വാല്യൂസിനെ പറ്റി വളരെ എക്സ്പ്ലെയിൻഡ് ആണ് അല്ലെ. വളരെ 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 ലീഗൽ ടേംസിലും അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ടേംസിലും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻഡ് ആണ് പല ജഡ്ജ്മെന്റ്സിലും. സോ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എടുക്കാം, നമ്മുടെ കണ്ടക്ട് റൂൾസ് എടുക്കാം അല്ലെ. നമ്മുടെ കേരള സിവിൽ സർവീസ് ആക്ട് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ കണ്ടക്ട് വഴി നിങ്ങൾക്ക് കണ്ടക്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ദെൻ കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്, ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ്സ്, പേഴ്സണൽ കോൺഫിഡൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ സമയത്തും ഈ എത്തിക്കൽ ട്രെയിനിങ്ങും കണ്ടക്ട് ട്രെയിനിങ്ങും എത്തിക്കൽ റൂൾസും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കും. സോ ആ സമയത്ത് ആ കോഡ് ഓഫ് കണ്ടക്ട് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. ഫൈൻ. എന്തൊക്കെയാണ് ചലഞ്ചസ്?
ടു എത്തിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഒന്ന്, പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്. നമുക്കറിയാം, കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. ഓരോ പൊളിറ്റിക്കൽ പാർട്ടി വരുന്നതനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് NGO ആയിട്ട് നിങ്ങൾ കൈകോർക്കും. ആ ഗവൺമെന്റ് NGO ഇടത്തോട്ടാണോ വലത്തോട്ടാണോ നേരെയാണോ എങ്ങോട്ടാണോ ചായ്വോ അതനുസരിച്ച് നിങ്ങളും പെരുമാറി തുടങ്ങും അല്ലെ. നിങ്ങൾക്കും ആ ചെരിവ് വന്നു തുടങ്ങും. ദെൻ കറപ്ഷൻസ് ആൻഡ് ബ്രൈബറി, ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് അവയർനെസ്. തെറ്റേതാണ് ശരി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ആ സമയത്ത് പക്ഷെ നമ്മൾ എന്ത് പറയാം, ചിലപ്പോൾ എത്തിക്കലി റോങ് ഡിസിഷൻസ് എടുക്കാം അല്ലെ. ദെൻ ഇനാഡിക്വേറ്റ് എൻഫോഴ്സ്മെന്റ് മെക്കാനിസംസ് അല്ലെ, കൃത്യമായിട്ട് ഒരു പ്രോപ്പർ മോണിറ്ററിംഗ് ഇല്ലാത്തൊരവസ്ഥ. ആൻഡ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ദീസ് ആർ ദി ചാലഞ്ചസ് ടു എത്തിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഫൈൻ. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പിൽ എത്തിക്സിനെ പ്രൊമോട്ട് ചെയ്യുക? ഒന്ന്, പ്രോപ്പർ ട്രെയിനിങ് അല്ലെ. പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, ഡിഫറെന്റ് സിനാരിയോസ് വെച്ച് ഡിഫറെന്റ് എക്സാമ്പിൾസ് വെച്ച് കൃത്യമായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവബോധം സൃഷ്ടിക്കുക. ദെൻ കൃത്യമായിട്ടുള്ള ആന്റി കറപ്ഷൻ ആൻഡ് വിജിലൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. നമുക്കിവിടെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ ആന്റി കറപ്ഷൻ സ്ക്വാഡ്സ് കാണും അല്ലെ, വിജിലൻസ് ഉണ്ട്. സോ അതുപോലുള്ള സ്ക്വാഡ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അവർക്ക് അവരുടെ സൈഡിൽ നിന്നും കൂടുതൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും കൊടുക്കുക. വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നമുണ്ട്, സിസ്റ്റത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ റീസെന്റ് ന്യൂസിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഇപ്പോൾ കഫീൽ ഖാൻ എന്ന് പറഞ്ഞ് നമുക്ക് UP ഒരു ഡോക്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ വിസിൽ ബ്ലോവേഴ്സ് ആണ്. ഇവര് ഡിപ്പാർട്ട്മെന്റിന്റെ ഇഷ്യൂസിനെ പറ്റി, സിസ്റ്റത്തിന്റെ ഇഷ്യൂസിനെ പറ്റി വോക്കൽ ആകുന്ന സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പിന്നെ ഒരിക്കലും ഇതിന്റെ അണ്ടർലൈൻ എത്തിക്കൽ ഇഷ്യൂസിനെ പുറത്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുറത്ത് പറയാൻ ആരും ധൈര്യപ്പെടില്ല. അങ്ങനെ ധൈര്യപ്പെടില്ലെങ്കിൽ എന്ത് പറ്റും? എന്തൊക്കെ വൈറസ് ആണോ, എന്തൊക്കെ കീടങ്ങളാണോ സിസ്റ്റത്തെ കാർന്ന് തിന്നുന്നത്, അത് അതുപോലെ തന്നെ തുടരും. അതൊരു വലിയ ക്യാൻസർ ആയിട്ട് മാറും. ആ ക്യാൻസർ പിന്നെ സിസ്റ്റത്തിൽ നിന്നും മുറിച്ച് മാറ്റാൻ സാധിക്കില്ല. ഫൈൻ. ദെൻ ട്രാൻസ്പെറന്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻ സിസ്റ്റം അല്ലെ. അവർ ചെയ്യുന്ന ഓരോ ആക്ഷൻ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എത്തിക്കൽ ഡിലമയിൽ നമ്മളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവരത് വെച്ച് നമ്മൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത്, നമ്മുടെ പ്രൊമോഷൻസ് തടയരുത്, നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസിന് ഒരു രീതിയിലും ബാധിക്കരുത് അല്ലെ. സോ അവിടെയും പ്രൊട്ടക്ഷൻസ് വേണം. ദെൻ പബ്ലിക് അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ്, RTA പോലുള്ള സിറ്റിസൺ ചാർട്ടർ പോലുള്ള എന്താ പറയുന്നത് പബ്ലിക് അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. സോ ദീസ് ആർ ദി വേസ് ടു പ്രൊമോട്ട് എത്തിക്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി നമ്മൾ ആദ്യം എടുത്ത ടോപ്പിക് അല്ലെ, ആദ്യം നിങ്ങളോട് എഴുതാൻ പറഞ്ഞ, നോട്ട് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങളൊരു ആൻസർ എഴുതിയല്ലോ. ഈ ആൻസർ തന്നെയാണോ ഇപ്പോഴും നിങ്ങളുടെ ആൻസർ? ഇത് തന്നെയാണോ കറക്റ്റ് ആൻസർ? ആണോ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനാണ് എന്ത് ചെയ്യും എന്നോട് ഞാൻ പറഞ്ഞു വെക്കാം. ഉറപ്പായിട്ടും ഇവര് ബംഗ്ലാദേശ് ഇമിഗ്രൻസ് ആണ് അല്ലേ. സോ ഇഫ് ദേ ആർ കോട്ട് നമ്മുടെ ഫാമിലിയും സസ്പീഷ്യൻസിൽ വരും. നമ്മുടെ ഫാമിലിയും സസ്പീഷ്യസ് ആണെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയും സസ്പീഷ്യസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമലി ഈ ബംഗ്ലാദേശ് ഇമിഗ്രൻസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ഫോർമലി എന്ത് ചെയ്യുക? ഇന്ത്യൻ സിറ്റിസൺഷിപ്സിന് വേണ്ടി അപ്ലൈ ചെയ്യിപ്പിക്കുക അല്ലെ. ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷെ അതിനെ ധൈര്യപൂർവ്വം നേരിടുക. ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പോട്ട് എന്താ പറയുന്നത് കൃത്യമായിട്ട് ഒരു അസൈലം സീക്കർ എന്ന രീതിയിലോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് ലീഗൽ സാങ്ഷൻ കിട്ടും. ദെൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലീഗൽ അക്കൗണ്ടബിൾ പാർട്ണർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ അവരുടെ സിറ്റിസൺഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ദർ ആർ ഡിഫറെന്റ് വേസ്. എന്തൊക്കെ രീതികളിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അല്ലെ. സോ ഒന്നെങ്കിൽ മിണ്ടാതിരിക്കാം. തെറ്റുണ്ടോ? ഇതിൽ തെറ്റില്ല. കാരണം ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത, കാരണം നിങ്ങൾക്ക് അത്രയും അവരെ അറിയാം. ഇനി റിപ്പോർട്ട് ചെയ്യാം. ആസ് എ ഇന്ത്യൻ സിറ്റിസൺ യു ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ് അല്ലെ. ബിക്കോസ് നാളെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തൂങ്ങും. ആൻഡ് തേർഡ്ലി നിങ്ങൾക്ക് ഇത് ചെയ്യാം. ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടൊരു മെത്തേഡ് കാണും. സോ എനി മെത്തേഡ് ഇസ് ആക്ച്വലി കറക്റ്റ്. But we have to find a best method so that every stakeholder പറഞ്ഞ ആരൊക്കെയാണ്? ഇവിടെ ബംഗ്ലാദേശ് ഫാമിലി ആയിരിക്കാം,
നമ്മുടെ ഫാമിലി ഉണ്ട് അല്ലെ, നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട് അല്ലെ, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ഇവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. സോ ദിസ് ഈസ് ബേസിക്കലി എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഒരു ബേസിക് ഐഡിയ, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ആസ് എൻ ഇൻഡിവിജ്വൽ നാളെ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾക്ക് നല്ല എത്തിക്കൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും കേട്ടോ. സോ I think I have served the purpose of this class, and that's it. Thank you. Be safe. എല്ലാ ക്ലാസ്സിനും പറയുന്ന പോലെ തന്നെ മേക്ക് യുവർ നോട്ട്സ് ആൻഡ് ദെൻ യൂസ് ദാറ്റ് നോട്ട്സ് ഫോർ പ്രിപ്പറേഷൻ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.